എൻ്റെ ഖുർആൻ ക്ലാസ്സിലെ ചില വിമർശനങ്ങളോട് പ്രതികരിച്ചുകൊണ്ടുള്ള ചില കമൻറ്റുകൾ കാണാനിടയായി. അതിൽ നിന്ന് പ്രസക്തമെന്ന് എനിക്ക് തോന്നിയ ചില കമൻറ്റുകളോട് പ്രതികരിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കൂടുതൽ കമൻറ്റുകൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഈ കമൻറ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് തനിമ ക്രിയേഷൻസ് എന്ന ഒരു ഐഡിയിൽ നിന്നാണ്. ആളുടെ പേരില്ല, പക്ഷേ ഒരു ഫോട്ടോ കാണുന്നുണ്ട്. ഞാൻ ആ കമൻറ്റ് വായിക്കാം. തുടർന്ന് അതേക്കുറിച്ച് കുറച്ച് വിശദമായിട്ട് പറയേണ്ട കാര്യങ്ങളുണ്ട്, അത് പറയാം. എല്ലാം അറിയുന്ന അള്ളാഹുവിന് ആരൊക്കെയാണ് അവൻ്റെ മാർഗത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും പിന്തുടരുന്നത് എന്നും ആരൊക്കെയാണ് സഹായികളായി വർത്തിക്കുന്നത് എന്നും അറിയാൻ വേണ്ടി പരീക്ഷിക്കുന്നത് എന്തിന് എന്ന് താങ്കൾ വീണ്ടും ചോദിക്കുന്നു. ഒന്നുകിൽ അറിവില്ലായ്മ, അല്ലെങ്കിൽ മനഃപൂർവ്വം വക്രീകരിക്കുക, പരിഹസിക്കുക എന്നതാണ് താങ്കൾ ചെയ്യുന്നത്. 105 എപ്പിസോഡിൽ ഞാൻ കമൻറ്റ് ചെയ്തിരുന്നത് പോലെ ഖുർആനിൻ്റെ അടിസ്ഥാന സന്ദേശം എന്താണെന്നത് മറച്ചു വെച്ചുകൊണ്ടാണ് താങ്കൾ ഇവിടെയും വക്രീകരണം നടത്തുന്നത്. മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനുഷ്യനെ അള്ളാഹു പരീക്ഷണാർത്ഥമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രവാചകന്മാരും മലക്കുകളും പ്രബോധകരും ഒക്കെ സാക്ഷികളായിരിക്കും എന്ന അടിസ്ഥാനങ്ങളെയൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള വാചക കസർത്ത്. തുടർന്ന് തഫ്ഹീമിൽ നിന്നുള്ള ഒരു വിശദീകരണവും അതിൻ്റെ താഴെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ തൽക്കാലം വായിക്കുന്നില്ല. ഈ പറഞ്ഞ കാര്യത്തോട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഞാൻ വക്രീകരിക്കുകയും പരിഹസിക്കുകയും മനഃപൂർവ്വം ഖുർആൻ അടിസ്ഥാന സന്ദേശമായി പറയുന്ന കാര്യങ്ങളെ മറച്ചു പിടിക്കുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് സുഹൃത്തിൻ്റെ ആരോപണം. എന്നാൽ ഞാൻ ഈ ആരോപണത്തെ പൂർണ്ണമായി തള്ളിക്കളയുന്നു. കാരണം ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഞാനല്ല ചെയ്യുന്നത്, ഖുർആൻ തന്നെയാണ് ചെയ്യുന്നത്. അത് ഞാൻ തെളിയിക്കാം. ഇതിൻ്റെ വിശദമായ മറുപടിയിലേക്ക് വരുന്നതിന് മുമ്പ് ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഇത് ഇസ്ലാമിക ചിന്താ ലോകത്തെ ഏറ്റവും അധികം പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. ഇസ്ലാമിലെ അടിസ്ഥാന ഈമാൻ കാര്യങ്ങളിലൊന്നായ വിധിവിശ്വാസം. ആ വിധിവിശ്വാസം യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന കഥയെ മൊത്തം തകർത്ത് കളയുന്ന ഒരു വിരോധാഭാസമാണ്. അതെല്ലാവർക്കും, ഒരു സാമാന്യ യുക്തിയുള്ള എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. അത് ഇദ്ദേഹം ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ള ആ കുറിപ്പ് അവതരിപ്പിച്ച മൗദൂദി സാഹിബ് അടക്കം സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. മൗദൂദി അടക്കം ഈ വിഷയത്തിൽ പുസ്തകം എഴുതിയിട്ട് അവസാനം ആ പുസ്തകം അദ്ദേഹം തന്നെ എഴുതി കഴിഞ്ഞിട്ട് വായിച്ച് അദ്ദേഹത്തിന് തന്നെ ഭ്രാന്തായിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. ആ കോലത്തിൽ അദ്ദേഹത്തിന് മാത്രമല്ല, ഈ വിഷയത്തിൽ വലിയ വലിയ ചിന്തകൾ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച എല്ലാവരും അവസാനം മൂക്കുകുത്തി വീഴുന്ന ഒരു ദയനീയമായ കാഴ്ചയാണ് ഇസ്ലാമിൻ്റെ ചിന്താരംഗത്ത് കണ്ടിട്ടുള്ളത്. ഇസ്ലാമിൽ നിന്ന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വാസം നഷ്ടപ്പെട്ട് മുർത്തതായി പോയിട്ടുള്ളത് ഈ ഒരു വിശ്വാസത്തിലെ വൈരുദ്ധ്യം കാരണമാണ്. അതുപോലെ തന്നെ ഇസ്ലാമിൽ പല പരസ്പര വിരുദ്ധമായ നിരവധി ചിന്താ ഗ്രൂപ്പുകൾ രൂപപ്പെടാനുള്ള കാരണവും ഈ വിരോധാഭാസ ജടിലമായിട്ടുള്ള ഈ വിധിവിശ്വാസം, അത് ഈ മതം തന്നെ പറയുന്ന മറ്റു കാര്യങ്ങളുമായിട്ടെല്ലാം നേരെ വിരുദ്ധമാണ്, അതിനെല്ലാം റദ്ദാക്കുന്നതാണ് എന്ന് തിരിച്ചറിയുന്നതുകൊണ്ടാണ് ഇതിനെ ഒരുപാട് ആളുകൾ പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയും ചില ആളുകൾ ഇതിനെ പൂർണ്ണമായി തന്നെ തള്ളിക്കളയും. അങ്ങനെ ഒരു വിശ്വാസം വരുന്നതോടുകൂടി തന്നെ പിന്നെ ഇതിനൊന്നും ഒരർത്ഥമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിധിവിശ്വാസത്തെ തന്നെ പൂർണ്ണമായി തള്ളിക്കളയുകയും ചെയ്ത വിഭാഗങ്ങൾ, ചിന്താ വിഭാഗങ്ങൾ വരെ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ഇതൊരു ചെറിയ വിഷയമല്ല. ഇത് ഏതായാലും ഇദ്ദേഹം ഇവിടെ ഒരു കമൻറ്റ് രൂപത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച തുടങ്ങി വെച്ചതുകൊണ്ട് ഞാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. എന്താണ് ഖുർആൻ അനുസരിച്ച്, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസ സിദ്ധാന്തം അനുസരിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശ്യം? ദൈവം എന്ന് പറയുന്ന, അള്ളാഹു എന്ന് പറയുന്ന ദൈവമാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. അള്ളാഹു എന്തിനാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയത്? ഇനി പ്രപഞ്ചം മൊത്തം എന്തിനാണ് ഉണ്ടാക്കിയത് എന്ന വിഷയം പറയുന്നില്ലെങ്കിലും അള്ളാഹുവിൻ്റെ സൃഷ്ടിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യരാണ് എന്ന രീതിയിൽ തന്നെയാണ് ഖുർആനിലും ഇസ്ലാമിൻ്റെ മറ്റു രേഖകളിലുമൊക്കെ കഥ പറഞ്ഞു പോകുന്നത്.
അപ്പോൾ ഇത്രയും വലിയൊരു പ്രപഞ്ചം, ഈ ഭൂമി പറയുന്ന നിസ്സാരമായൊരു ഗോളത്തിലെ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു നിസ്സാരനായ ജീവിക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത് എന്ന രീതിയിൽ കഥ പറയുന്നത് തന്നെ മണ്ടത്തരമാണ്. അത് തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. ഇനി മനുഷ്യന് വേണ്ടിയാണ് ഇതെല്ലാം സൃഷ്ടിച്ചത് എന്ന് വന്നാൽ തന്നെ എന്താണ് അതുകൊണ്ട് ഈ ദൈവം ലക്ഷ്യം വെക്കുന്നത്? ദൈവത്തിൻ്റെ സിഫത്തുകളായിട്ട്, അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങളായിട്ട് എണ്ണിപ്പറയുന്ന കാര്യങ്ങളോട് ഒന്നും പൊരുത്തപ്പെടാത്ത കാര്യങ്ങളാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങളും ആ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെയുള്ള പരസ്പര വിരുദ്ധമായിട്ടുള്ള ആഭാസത്തരങ്ങളും. ഇതാണ് അടിസ്ഥാനപരമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പറയേണ്ടി വരുന്ന ഒരു കാര്യം. ഇനി ഖുർആൻ അനുസരിച്ച് മനുഷ്യനെ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത് നമുക്ക് നോക്കാം. ഖുർആനിൽ 51-ാമത്തെ അധ്യായത്തിലെ 56-ാമത്തെ വാക്യം ഇതാണ്: വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എന്നെ ആരാധിക്കുവാൻ വേണ്ടി അല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ ജിന്നുകൾ അവിടെ നിൽക്കട്ടെ. ജിന്നുകൾ എന്ന് പറയുന്നത് പണ്ടത്തെ അറബികളുടെ പ്രാകൃതകാലത്തെ അന്ധവിശ്വാസമാണ്. അതൊക്കെ ഇന്ന് ഈ വെയിലും വെളിച്ചം വന്ന കാലത്ത് ലോകത്തെവിടെയും മനുഷ്യർ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. ഈ ഒരു കൂട്ടം അന്ധവിശ്വാസികൾ, ഈ മതത്തിലൂടെ ഈ അന്ധവിശ്വാസങ്ങൾ പലതും സംരക്ഷിക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം ഇന്നും കുറച്ച് ആളുകൾ വിശ്വസിക്കുന്നു എന്നതിനപ്പുറം ഈ ജിന്ന് എന്ന് പറയുന്ന ഒരു വർഗമൊന്നും ഈ ഭൂമിയിലോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലോ ഉള്ളതായിട്ട് യാതൊരു തെളിവുമില്ല. അതൊരു അന്ധവിശ്വാസമാണ് എന്നതിന് നിരവധി തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് താനും. ഞാൻ ആ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. ജിന്ന് അവിടെ നിൽക്കട്ടെ. എന്നെ ആരാധിക്കുവാൻ വേണ്ടി അല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല മനുഷ്യരെ എന്നാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യരെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യമെന്താണ്? അള്ളാഹുവിനെ ആരാധിക്കാൻ കുറച്ച് ആൾക്കാരെ വേണമെന്ന് അള്ളാഹുവിന് തോന്നി. ആ തോന്നൽ തന്നെ അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങളോട് ഒരിക്കലും പൊരുത്തപ്പെടുന്നതല്ല. ദൈവം സർവശക്തനാണ്, സർവസമ്പൂർണനാണ്, എല്ലാം തികഞ്ഞിരിക്കുന്ന പരിപൂർണനായിട്ടുള്ള ആളാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലേ ദൈവമാവുള്ളൂ എന്നാണ് ദൈവത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പം. അങ്ങനെയാണെങ്കിൽ ദൈവം ആരാധന കിട്ടാൻ വേണ്ടി സൃഷ്ടി നടത്തിയെന്ന് പറയുമ്പോൾ ദൈവം പൂർണ്ണനല്ല, ദൈവം ഒരല്പനാണ് എന്നും അപൂർണനാണ് എന്നും വരുന്നു. കാരണം ആരാധന കിട്ടാനൊക്കെ കൊതിക്കുക എന്ന് പറയുന്നത് ഒരല്പത്തരമാണ്. അങ്ങേർക്ക് എന്തോ അപൂർണതയുണ്ട്, മറ്റുള്ളവരുടെ ആരാധനയും സ്തുതിയും കിട്ടാതെ ഇരിക്കപ്പുറത്തില്ലാത്ത ഒരു മാനസികാവസ്ഥയിലുള്ള ഒരാളാണ് ദൈവം എന്ന് പറയുന്നതോടുകൂടി തന്നെ ദൈവത്തിൻ്റെ മാർക്ക് മൊത്തം പോയി. അതൊരു വിഷയം, അതവിടെ കിടക്കട്ടെ. ഇനി ഇങ്ങനെ ആരാധന കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ളതെങ്കിൽ അദ്ദേഹത്തിന്, സർവശക്തനായ അദ്ദേഹത്തിന്, സർവജ്ഞാനിയായ അദ്ദേഹത്തിന് എല്ലാ മനുഷ്യരുടെയും ആരാധന, എല്ലാ ജിന്നുകളുടെയും എല്ലാ മലക്കുകളുടെയും ആരാധന തനിക്ക് കിട്ടുന്ന രീതിയിൽ ഇതുങ്ങളെല്ലാം സൃഷ്ടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. കാരണം സർവശക്തനാണ്. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ മനുഷ്യരുടെ ഉദാഹരണം ദൈവത്തിന് ചേരൂല എങ്കിൽ പോലും നമുക്ക് അതിലൂടെ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പറയാണ്, ഒരു ഫാക്ടറി ഉണ്ടാക്കിയിട്ട് ഒരാൾ അതിൽ നിന്ന് കുറേ ഉപകരണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ആ ഉപകരണങ്ങൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ അയാൾ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ആ കമ്പനി നിർമ്മിക്കുന്നത്, ആ ആവശ്യം നിർവഹിക്കാൻ 100% പെർഫെക്റ്റായിട്ട് പര്യാപ്തമായിരിക്കണം ആ ഉൽപ്പന്നങ്ങൾ എന്ന് ആ കമ്പനിയുടെ ഉടമസ്ഥനും അത് ഉണ്ടാക്കുന്ന ആളും അവിടുത്തെ അതിനെ ഡിസൈൻ ചെയ്യുന്ന എൻജിനീയർമാരും ഒക്കെ തീർച്ചയായിട്ടും ആഗ്രഹിക്കും. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയെ, ആ കമ്പ്യൂട്ടർ എന്തൊക്കെ ഫെസിലിറ്റീസ് ആ കമ്പ്യൂട്ടറിലൂടെ സാധ്യമാകണം എന്ന് കമ്പനി ആഗ്രഹിക്കുന്നു, ആ ഫെസിലിറ്റീസ് എല്ലാം ഉള്ള ആ പ്രവർത്തനങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്ന ഒരു കമ്പ്യൂട്ടറാണ് അവർ നിർമ്മിക്കാൻ ശ്രമിക്കുക. പക്ഷെ മനുഷ്യന് ബുദ്ധിപരമായ പരിമിതികളുള്ളതുകൊണ്ടും മനുഷ്യൻ്റെ കഴിവുകൾക്ക് പരിമിതികളുള്ളതുകൊണ്ടും അത്തരത്തിൽ മനുഷ്യൻ നിർമ്മിക്കുന്ന ഉപകരണങ്ങളിൽ ഒരു പക്ഷേ ഒരു കമ്പനി പുറത്തേക്ക് ഉൽപ്പാദിപ്പിച്ചു വിടുന്ന ഉൽപ്പന്നങ്ങളുടെ കൂട്ടത്തിൽ ചിലപ്പോൾ ഒരു 0.5% അല്ലെങ്കിൽ ഒരു 0.1% ഒക്കെ മാനുഫാക്ചറിങ് ഡിഫക്റ്റുകളുള്ള ഉൽപ്പന്നങ്ങളുണ്ടാവും. അത് പല കാരണങ്ങൾ, നമ്മുടെ പരിമിതികൾ കൊണ്ട് സംഭവിക്കുന്നതാണ്. അത് ഏറിയെന്നാൽ 1% അല്ലെങ്കിൽ അതിലേറെയൊന്നും വരില്ല. എത്ര മോശം കമ്പനിയാണെങ്കിലും അതിൻ്റെ ഉൽപ്പന്നങ്ങളിൽ ഒരു ചെറിയ ശതമാനം സാധനങ്ങളാണ്, ഉൽപ്പന്നങ്ങളാണ് ഈ മാനുഫാക്ചറിങ് ഡിഫക്റ്റോടുകൂടി
മാറ്റിവെക്കേണ്ടി വരിക. അത് പിന്നീട് അവർ കുറഞ്ഞ വിലക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ ആക്രിയായിട്ട് മാറ്റുകയോ ചെയ്യും. എന്നാൽ അവർ ഉൽപ്പാദിപ്പിച്ച ഉപകരണങ്ങളിൽ ഒരു 99% ഉപകരണങ്ങളും എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ, എന്ത് പ്രവർത്തനത്തിന് വേണ്ടിയാണോ ആ ഉപകരണം നിർമ്മിച്ചിട്ടുള്ളത്, ആ പ്രവർത്തനം ഭംഗിയായിട്ട് ചെയ്യുന്ന ഉപകരണങ്ങളായിരിക്കും. അത് മാർക്കറ്റിൽ ചിലവാകുകയും ചെയ്യും. എങ്കിൽ മാത്രമേ ആ കമ്പനിക്ക് നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. എന്നാൽ ഇവിടെ ദൈവം എന്ന് പറയുന്ന ഒരാൾ ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു സൃഷ്ടി നടത്തുകയാണ്. ദൈവം മനുഷ്യനെ പോലെ യാതൊരു പരിമിതികളും ഉള്ള ആളല്ല, ഒരു ന്യൂനതയുള്ള ആളല്ല. ദൈവം പരിപൂർണനാണ്, ദൈവം സർവശക്തനാണ്. എന്ത് വിചാരിച്ചാലും അത് വിചാരിച്ച നിമിഷം സാധ്യമാകുന്ന അത്ര ശക്തനായ കഴിവുള്ള ആളാണ് ദൈവം. ഈ ദൈവം ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചത് തന്നെ ആരാധിക്കാൻ വേണ്ടിയാണ് എന്ന് നമ്മളോട് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാ ജിന്നുകളും എല്ലാ മനുഷ്യരും വളരെ കൃത്യമായിട്ട് എങ്ങനെയാണോ ദൈവം ആരാധന ആഗ്രഹിക്കുന്നത് അതേപോലെ ആ പ്രവൃത്തി ചെയ്യുന്നവരായിട്ട് സൃഷ്ടിച്ചാൽ മാത്രമേ ഈ ദൈവം ഒരു നല്ല സൃഷ്ടാവാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞ കമ്പനി, ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് പുറത്തേക്ക് വിടുന്ന ഉപകരണങ്ങളിൽ 90% അല്ലെങ്കിൽ 95% സാധനങ്ങളും കേടാവുകയും 1-2% സാധനങ്ങൾ മാത്രം ആ ഉദ്ദേശിച്ച ഫലം ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ ആ കമ്പനിയുടെ ഉടമസ്ഥനെയും ആ കമ്പനിയിലെ എഞ്ചിനീയർമാരെയും നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുക? ഭൂലോകം മൊയന്തുകളായിട്ടാണ് കണക്കാക്കുക. ആ കമ്പനിയിൽ നിന്ന് ഒരാൾ ഒരു സാധനമായിട്ട് വാങ്ങാനും പോകുന്നില്ല. ഇനിയിപ്പോൾ അവിടെ നല്ലതുണ്ടെങ്കിൽ തന്നെ ആരും വാങ്ങാനും പോകില്ല. ഒരു കമ്പനി ഒരു ഉദ്ദേശത്തിന് ഒരു സൃഷ്ടി നടത്തിയിട്ട് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയിട്ട് ആ ഉൽപ്പന്നങ്ങളുടെ 95% ആ ഉദ്ദേശത്തിന് ഫലിക്കാത്ത രീതിയിൽ കേടായി പോവുക എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ അവസ്ഥ എന്താണ്? അതേ അവസ്ഥയിലാണ് സർവശക്തനും സർവജ്ഞാനിയുമായിട്ടുള്ള ദൈവം എന്നാണ് ഖുർആനിലെ മൊത്തം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ദൈവം ജിന്നുകളെയും മനുഷ്യരെയും സൃഷ്ടിച്ചിട്ടുള്ളത് മൂപ്പരെ ആരാധിക്കാൻ വേണ്ടിയാണ് എന്ന് 51-56 പറയുന്നു. എന്നാൽ അതേ ദൈവം തന്നെ മറ്റൊരു വചനത്തിൽ പറയുന്നത് നോക്കൂ. 32-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഓരോ ആൾക്കും തൻ്റെ സന്മാർഗം നാം നൽകുമായിരുന്നു. എന്നാൽ ജിന്നുകൾ മനുഷ്യർ എന്നീ 2 വിഭാഗത്തെയും കൊണ്ട് ഞാൻ നരകം നിറക്കുക തന്നെ ചെയ്യും എന്ന എൻ്റെ പക്കൽ നിന്നുള്ള വാക്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞത് മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നിനുമല്ല എന്നാണ്. പിന്നെ പറഞ്ഞത് നരകം നിറയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞുപോയി, ഒരു വാക്ക് പറഞ്ഞുപോയി. അത് ആ വാക്കിൽ നിന്ന് എനിക്കിനി പിന്നോട്ട് പോകാൻ പറ്റില്ല, ഞാൻ നരകം നിറക്കുക തന്നെ ചെയ്യും എന്നാണ് രണ്ടാമത് പറയുന്നത്. അപ്പോൾ കമ്പനി ഉടമസ്ഥൻ പറയുകയാണ്, ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മാർക്കറ്റിലെത്തി ആളുകൾ വാങ്ങും, അതിനുവേണ്ടിയാണ് ഞാൻ ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങളിൽ മഹാഭൂരിപക്ഷം സാധനങ്ങളും ആക്രിക്കടയിലേക്ക് മാറ്റുകയും ചെയ്യും എന്നാണ് പറയുന്നത്. ഈ കമ്പനി ഉടമസ്ഥനെക്കുറിച്ച്, ഈ നിർമ്മാതാവിനെക്കുറിച്ച് നമുക്ക് എന്താണ് പറയാൻ കഴിയുക? കാര്യമായ എന്തോ കുഴപ്പമുള്ളവരെ ചങ്ങാതിയാണ് എന്നിവിടെ ഈ 2 വാക്യത്തിലൂടെ തന്നെ വ്യക്തമായി. അപ്പോൾ ഞാൻ വക്രീകരിച്ചു, ഞാൻ പരിഹസിച്ചു, ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് ഞാൻ ചോദിക്കുകയാണ്, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് നരകം നിറയ്ക്കാനാണോ അതോ മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിനെ ആരാധിക്കാനാണോ? തീർന്നില്ല. ഈ ഖുർആനിൽ 100 കണക്കിന് സ്ഥലത്ത് പറയുന്ന മറ്റൊരു കാര്യം ഞാൻ സാമ്പിളിന് വേണ്ടി 1-2 ആയത്തുകൾ കൂടെ വായിക്കാം. നിന്റെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ളവരെല്ലാം ഒന്നിച്ച് വിശ്വസിക്കുമായിരുന്നു. എന്നിരിക്കെ ജനങ്ങൾ സത്യവിശ്വാസികളാകുവാൻ നീ അവരെ നിർബന്ധിക്കുകയോ? അപ്പോൾ കമ്പനിയുടെ ഉടമസ്ഥനും കമ്പനിയിലെ എഞ്ചിനീയറും പറയാണ്, ഞങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ ഈ കമ്പനിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് വിടുന്ന മുഴുവൻ സാധനങ്ങളും മാർക്കറ്റ് കൊണ്ടുപോകാൻ പറ്റിയ രീതിയിലുള്ള നല്ല സാധനങ്ങളാവുമായിരുന്നു. പക്ഷേ ഞങ്ങൾ ഈ കമ്പനിയിൽ നിന്ന് മോശം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി ആക്രിക്കടയിലേക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഈ കമ്പനി പരസ്യത്തിൽ തന്നെ പറയുകയാണ്. ആ കമ്പനിയിൽ നിന്ന് ആരെങ്കിലും സാധനം വാങ്ങുമോ? ആ കമ്പനി ഉടമസ്ഥനെക്കുറിച്ച്
എന്തായിരിക്കും നമ്മുടെ ഒരു ധാരണ? അടുത്ത വാക്യം, യാതൊരാൾക്കും അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ വിശ്വസിക്കാൻ കഴിയുന്നതല്ല, ചിന്തിച്ച് മനസ്സിലാക്കാത്തവർക്ക് അള്ളാഹു നികൃഷ്ടത വരുത്തി വയ്ക്കുന്നതാണ്. 10-ാം അധ്യായത്തിലെ 100-ാം വാക്യം. ആദ്യം വായിച്ചത് 10-ാം അധ്യായത്തിലെ 99-ാം വാക്യമാണ്. ഇനി അടുത്ത വാക്യം, തീർച്ചയായും നിനക്ക് ഇഷ്ടപ്പെട്ടവരെ നിനക്ക് നേർവഴിയിലാക്കാൻ ആവില്ല, പക്ഷേ അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവരെ നേർവഴിയിലാക്കുന്നു, സന്മാർഗം പ്രാപിക്കുന്നവരെ പറ്റി അവൻ നല്ലവണ്ണം അറിയുന്നവനാകുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ ദൈവത്തിനെ ആരാധിക്കണോ വേണ്ടേ എന്ന കാര്യവും, നല്ല മനുഷ്യനാവണോ വേണ്ടേ എന്ന കാര്യവും, വേറെ ദൈവങ്ങളെ ആരാധിച്ചിട്ട് നരകത്തിൽ പോകണോ വേണ്ടേ എന്ന കാര്യവും ഒക്കെ ആ മനുഷ്യനല്ല തീരുമാനിക്കുന്നത്, അതെല്ലാം അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് എന്ന് ഈ ഖുർആനിൽ 900 വട്ടം ആവർത്തിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് 6-ാം അധ്യായത്തിലെ 39-ാമത്തെ വാക്യം, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചവർ ബധിരരും ഊമകളും ഇരുട്ടിൽ അകപ്പെട്ടവരും അത്രേ. താൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു വഴികേടിലാക്കും, താൻ ഉദ്ദേശിക്കുന്നവരെ അവൻ നേർമാർഗത്തിലാക്കുകയും ചെയ്യും. അപ്പോൾ അള്ളാഹു ഉണ്ടാക്കിയ സാധനങ്ങൾ അള്ളാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾക്കനുസരിച്ച് തന്നെയാണ് അള്ളാഹു ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ ഉദ്ദേശം എന്താണ്? ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ മുഴുവൻ കേടായി പോകണമെന്നും അതുകൊണ്ട് ആർക്കും ഒരു ഉപകാരം ഉണ്ടാവാൻ പാടില്ലെന്നും അത് ആക്രിയായിട്ട് എവിടെയെങ്കിലും കൂട്ടിയിട്ട് കത്തിക്കണം എന്നും ആണ് ഈ നിർമ്മാതാവ്, ഈ സ്രഷ്ടാവ് തൻ്റെ സൃഷ്ടികളെക്കുറിച്ച് തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ ഉദ്ദേശിക്കുന്നവരെ ഞാൻ വഴികേടിലാക്കും എന്നാണ്. ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് നേർമാർഗം കാണിക്കും എന്ന് മാത്രമല്ല, ഞാൻ ഉദ്ദേശിക്കുന്നവരെ ഞാൻ വഴികേടിലാക്കും എന്നും പറയുന്നുണ്ട്. നബിയെ, അവർ സന്മാർഗത്തിലായിത്തീരുവാൻ നീ കൊതിക്കുന്നുവെങ്കിൽ അത് വെറുതെയാകുന്നു, കാരണം താൻ വഴികേടിലാക്കുന്നവരെ അള്ളാഹു നേർവഴിയിലാക്കുന്നതല്ല. തീർച്ച അവർക്ക് സഹായികളായി ആരും തന്നെ ഇല്ലതാനും. അപ്പോൾ പ്രവാചകനായിട്ട് ഇങ്ങോട്ട് പറഞ്ഞയച്ച കമ്പനി ഏജൻറ്റിനോട്, കമ്പനിയുടെ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിനോട് ഒരു കമ്പനി ഓണർ തന്നെ പറയാണ്, ചങ്ങാതിയെ, ഞാനുണ്ടാക്കിയ സാധനങ്ങളൊന്നും ഈ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വിൽക്കണ്ട, ഞാനതെല്ലാം ആക്രിക്കടയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, നീ അതിന് നല്ല കാര്യം, ഈ സാധനങ്ങളെപ്പറ്റി നല്ല അഭിപ്രായമൊന്നും പറഞ്ഞിട്ട് വെറുതെ പോയി എവിടെയും പ്രചരിപ്പിക്കാൻ നിൽക്കണ്ട എന്ന് കമ്പനിയുടെ ഉടമസ്ഥനും കമ്പനിയുടെ മാനേജറും കമ്പനിയിലുള്ള സെയിൽസ് എക്സിക്യൂട്ടീവും ഒക്കെ പറയാണ്, കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ്മാരോട് പറയാണ്, നിങ്ങൾ മാർക്കറ്റിലൊന്നും പോയിട്ട് ഈ സാധനം നല്ലതാണെന്നൊന്നും പറഞ്ഞിട്ട് ആളുകളെ പിടിപ്പിക്കാൻ നോക്കണ്ട, ആ സാധനങ്ങളൊക്കെ മോശമാണ്, അതൊക്കെ നമുക്ക് ആക്രിയായിട്ട് കത്തിക്കാൻ വേണ്ടി തന്നെ ഞാൻ ഉണ്ടാക്കിയതാണ് എന്നാണ് കമ്പനി മുതലാളി പറയുന്നത്. തീർന്നില്ല. ഇനി ഇതൊക്കെ പറയുമ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഉരുണ്ട് മറിഞ്ഞ് വ്യാഖ്യാനിച്ച് പരീക്ഷണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഫ്രീ വില്ല് എന്നൊക്കെ പറഞ്ഞ് ഉരുളാം. ആ ഉരുളനെ എല്ലാം തകിടം മറിച്ചുകൊണ്ട് ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്ന മറ്റൊരു വാചകം, ഒരു വാചകമല്ല 3 വാക്യങ്ങൾ, തുടർച്ചയായിട്ട് വരുന്ന 3 വാക്യങ്ങൾ 81-ാമത്തെ അധ്യായത്തിൽ 27, 28, 29 വാക്യങ്ങൾ. അത് ഞാൻ വായിക്കാം. ഇത് ലോകർക്ക് വേണ്ടിയുള്ള ഒരു ഉത്ബോധനമല്ലാതെ മറ്റൊന്നുമല്ല, ഖുർആനാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നേരെ നിലകൊള്ളുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി, നേർമാർഗത്തിലാവാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഉത്ബോധനം മാത്രമാണിത് എന്ന് പറയുന്നു. എന്നിട്ട് 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ലോകരക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല, വമാ തശാഊന ഇല്ല അയ്യഷാ അല്ലാഹു റബ്ബുൽ ആലമീൻ. ലോകരക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല. എന്തിനുദ്ദേശിക്കുകയില്ല? നേർമാർഗത്തിൽ പോവാൻ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നേർമാർഗത്തിൽ പോവാനുള്ള ഫ്രീ വില്ലുണ്ട്. പക്ഷെ നിങ്ങളുടെ ഫ്രീ വില്ല് ഫ്രീ അല്ല, അത് എൻ്റെ വില്ല് തന്നെയാണ്. ഞാൻ എൻ്റെ വില്ലിനനുസരിച്ച് വളയ്ക്കുമ്പോൾ അതിനനുസരിച്ച് മാത്രമേ നിങ്ങളെ വില്ല് വളയുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ഫ്രീ വിൽ അഥവാ മനുഷ്യൻ്റെ സ്വതന്ത്ര ഇച്ഛ എന്ന് പറയുന്ന കാര്യം സ്വതന്ത്രമല്ല, അത് ദൈവത്തിൻ്റെ ഇച്ഛയാൽ സമ്പൂർണമായിട്ടും പിടിക്കപ്പെട്ടതാണ്, സമ്പൂർണമായിട്ടും ചങ്ങലക്കിട്ടതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഇച്ഛയുടെ ചങ്ങലക്കുള്ളിൽ ഇരുന്നു കൊണ്ട് അനങ്ങാൻ പറ്റുന്ന അത്ര അനങ്ങാനുള്ള ഫ്രീ വില്ല് മാത്രമേ നമുക്കുള്ളൂ.
ചക്കുകാളയാണ് ഞാൻ പണ്ടൊക്കെ അതിന് ഉദാഹരണം പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ചക്കുകാള എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ചക്കുകാള എന്ന് പറഞ്ഞാൽ ഈ പണ്ടത്തെ ചക്ക്, ഈ എണ്ണയും ഒക്കെ ആട്ടിയെടുക്കുന്ന ചക്കുണ്ട്. അത് ഇന്നത്തെ പോലെ മെഷീൻ ഉപയോഗിച്ചിട്ടായിരുന്നില്ല ചെയ്ത്. ആ ചക്കിൻ്റെ ചുറ്റും ഇങ്ങനെ ഒരു കാള അതിനെങ്ങനെ വലിച്ചുകൊണ്ട് കറങ്ങുക ചെയ്യാം. അപ്പോഴാണ് ആ ചക്കിലിങ്ങനെ പിണ്ണാക്കും കാര്യങ്ങളൊക്കെ എണ്ണയായിട്ട് മാറുക. ഈ ചക്കിൻ്റെ കാള നേരം വെളുത്ത് വൈകുന്നേരമോളം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രീ ആണ്. ചക്കിൻ്റെ കാളക്ക് എത്ര വേണമെങ്കിലും നടക്കാം. പക്ഷേ ആ ചക്കിന് ചുറ്റും കെട്ടിയിട്ടിട്ടുള്ള ആ ഒരു വട്ടത്തിൽ മാത്രമേ ചക്ക് കാളയ്ക്ക് നടക്കാൻ പറ്റൂ. ഇതേപോലെ മനുഷ്യർക്ക് ഫ്രീ വില്ലുണ്ട്. പക്ഷേ മനുഷ്യരുടെ വില്ല് എന്തായിരിക്കണം എന്നുള്ളത് അള്ളാഹുവിൻ്റെ വില്ലനുസരിച്ച് അള്ളാഹ് തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനിക്കുക മാത്രമല്ല, അള്ളാഹു എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച് കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ കാര്യം മാത്രമല്ല എഴുതി വച്ചിട്ടുള്ളത്, ഒരു ഇല വീഴുന്നത് പോലും എഴുതി വച്ചിട്ടുണ്ട് എന്നാണ് ഖുർആനിലും ഹദീസിലും ഒക്കെ പറയുന്നത്. അപ്പോൾ എന്തിനായി ഓരോ ഇല വീഴുന്നത് അടക്കം മുൻകൂട്ടി ദൈവം എഴുതി വെക്കുന്നത്? അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സകലമാന കാര്യങ്ങളും ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച് രേഖപ്പെടുത്തി വെച്ചതാണ്. അതിൽ നിന്ന് ഒരണുകിട മാറാതെയാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കുക. മനുഷ്യൻ്റെ ഫ്രീ വില്ലടക്കം ദൈവത്തിൻ്റെ ഇച്ഛക്കനുസരിച്ച് ദൈവം രേഖപ്പെടുത്തിയതനുസരിച്ച് മാത്രമേ നടക്കുകയുള്ളൂ. ഇതാണ് ഈമാൻ കാര്യങ്ങളിലെ 6ാമത്തെ കാര്യം. ഇത് വിശ്വസിച്ചാലേ നമ്മൾ ഈമാനുള്ള ഒരു മുസ്ലിം ആവുകയുള്ളൂ, ഒരു മുഅ്മിനാവുകയുള്ളൂ. 6 ഈമാൻ കാര്യങ്ങളിൽ ഒന്നാണ് ഖദറും ഖദയും, വിധിവിശ്വാസം എന്ന് പറയുന്ന ഈ വിശ്വാസം. എന്ന് വെച്ചാൽ നന്മയും തിന്മയും അടക്കം എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അള്ളാഹു മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. അള്ളാഹുവിന് മുൻകൂട്ടി അറിയാവുന്നതാണ്. അള്ളാഹു മുൻകൂട്ടി രേഖപ്പെടുത്തി വെച്ചതാണ്. ഇതാണ് വിധിവിശ്വാസം. ഈ വിധിവിശ്വാസത്തെക്കുറിച്ച് മുസ്ലിം പണ്ഡിത ലോകത്ത്, ചിന്താലോകത്ത് നടന്നിട്ടുള്ള ചർച്ചകളും ബഹളങ്ങളും അടിയും പിടിയും എല്ലാം കൂടി അതിൻ്റെ ചരിത്രമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ജന്മം മുഴുവൻ ഇരുന്ന് ചിരിച്ചാലും തീരാതത്ര വലിയ കോമഡിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ IPH എന്ന് ഈ വിധിവിശ്വാസത്തെക്കുറിച്ച് പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമാണിത്. ഞാൻ പണ്ട് വായിച്ച പുസ്തകമാണ്. ഇതിനകത്ത് ലോകോത്തര പണ്ഡിതന്മാരായ 3 പേര്, ഒന്ന് നമ്മുടെ മൗദൂദി തന്നെയാണ്, ഒന്ന് ഹുസൈൻ ഐക്കൽ, ഒന്ന് സുലൈമാൻ നദ്വി. ഇവർ 3 പേരും ഇതിനകത്ത് ഈ ഒരു വിഷയത്തിലുള്ള വൈരുദ്ധ്യങ്ങളെക്കുറിച്ചും സംശയങ്ങളെക്കുറിച്ചും വിശ്വാസികളായ വായനക്കാർക്ക് ഒരു ബോധം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ട് ഇവർ തന്നെ ബോധം കെട്ട് വീഴുന്ന കാഴ്ചയാണ് ഈ പുസ്തകത്തിൽ കാണുന്നത്. ഇപ്പം എൻ്റെ കമൻ്റ് ഇട്ട സുഹൃത്ത് IPHൻ്റെ ആളായതുകൊണ്ട് ആണെന്ന് ഞാൻ ഊഹിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെടുന്നു, ഈ ഒരു വിഷയത്തിൽ ഈ പുസ്തകമെങ്കിലും ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ വക്രീകരിച്ചു, പരിഹസിച്ചു, നമുക്ക് കാര്യം മനസ്സിലായിട്ടില്ല തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ ഇത് മനസ്സിലാക്കി തരാൻ നിങ്ങൾക്ക് ലോകത്ത് നിങ്ങൾ പറയുന്ന ഈ പടച്ച തമ്പുരാൻ വന്ന് പറഞ്ഞു തന്നാൽ പോലും ഒരു മനുഷ്യൻ്റെ യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളല്ല ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ ആർക്കും ഇത് മനസ്സിലാവാനും പോകുന്നില്ല. അപ്പോൾ ഞാൻ വക്രീകരിച്ചതല്ല, എൻ്റെ യുക്തി കൊണ്ട് എങ്ങനെ ചിന്തിച്ചാലും ഇത് പരസ്പരം ടാലിയാവാത്ത വൈരുദ്ധ്യമാണ്. ഫ്രീ വില്ലുണ്ട്, പരീക്ഷണമാണ് എന്ന് പറയുകയും എല്ലാം ഞാൻ മുൻകൂട്ടി നിശ്ചയിച്ച് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ അത് രണ്ടും പരസ്പരം പൊരുത്തപ്പെട്ടു പോകുന്ന കാര്യങ്ങളല്ല, ഒന്നിനെ വിഴുങ്ങുന്ന വൈരുദ്ധ്യമാണത്. ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി ഇപ്പോൾ നമ്മൾ ഖുർആനെ വിട്ടിട്ട് ഹദീസുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? എൻ്റെ കയ്യിലുള്ളത് സഹീഹുൽ ബുഖാരിയാണ്. സഹീഹുൽ ബുഖാരിയുടെ CN അഹമ്മദ് മൗലവിയുടെ പരിഭാഷയിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. അതിൽ ഞാൻ ആദ്യം വായിക്കുന്ന ഹദീസ്, ഈ ഹദീസിൻ്റെ ആധികാരികതയെക്കുറിച്ച് ഒരാൾക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം ആകെ മൊത്തം ശേഖരിച്ചിട്ടുള്ള ലക്ഷോപലക്ഷം ഹദീസുകളിൽ നിന്ന് ഏറ്റവും സഹീഹായത് എന്ന് ബോധ്യപ്പെട്ട് ഇമാം നവവി 40 ഹദീസുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ 40 റാങ്കുള്ള ഹദീസുകളിൽ ഉൾപ്പെടുന്നതാണ് ഞാൻ ഈ വായിക്കാൻ പോകുന്ന ഹദീസ്. അപ്പോൾ എത്ര ലക്ഷം ഹദീസുകളുണ്ടോ അതിൽ നിന്നെല്ലാം കൂടെ ഏറ്റവും ആധികാരികതയുള്ള 40 എണ്ണം തിരഞ്ഞെടുത്താൽ അതിൽ ഉൾക്കൊള്ളുന്ന ഹദീസാണ് ഞാൻ ഈ വായിക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ സനദിനെക്കുറിച്ചോ അതിൻ്റെ ആധികാരികതയെക്കുറിച്ചോ ഒന്നും ഇസ്ലാമിക ലോകത്ത് ആർക്കും ഒരു സംശയവും ഇല്ല, ഉണ്ടാവേണ്ട കാര്യമില്ല. അത്രയും സഹീഹായ ബുഖാരിയിലുള്ള ഹദീസാണ്. ഇബ്നു മസൂദ് പറയുന്നു, ദൈവദൂതൻ അവിടുന്ന് സത്യസന്ധനായി അംഗീകരിക്കപ്പെട്ട ഒരു മഹാനുമാണ്, അരുളി,
നിങ്ങളിൽ ഓരോരുത്തരുടെയും സൃഷ്ടിപ്പിനുള്ള ഒരുക്കങ്ങൾ തങ്ങളുടെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെച്ച് 40 ദിവസം കൊണ്ടാണ് നടക്കുന്നത്. മറ്റൊരു 40 ദിവസത്തിനുള്ളിൽ അത് ചോരക്കട്ടയായി മാറുന്നു. അനന്തരം വേറൊരു 40 ദിവസത്തിനകം അത് മാംസപിണ്ഡമായി മാറുന്നു. പിന്നീട് 4 കൽപ്പനകൾ നൽകിക്കൊണ്ട് അള്ളാഹു ഒരു മലക്കിനെ അയക്കുന്നു. അവൻ്റെ പ്രവർത്തനങ്ങൾ, അവൻ്റെ ആഹാരം, അവൻ്റെ ആയുസ്, അവൻ വിജയിയോ പരാജിതനോ എന്ന കാര്യം ഇവയെല്ലാം എഴുതി വയ്ക്കാൻ അള്ളാഹു ആ മലക്കിനോട് കൽപ്പിക്കും. അനന്തരം ആ മനുഷ്യനിൽ ജീവൻ ഊതും. പിന്നീട് ഈ എഴുത്തനുസരിച്ചാണ് ആ മനുഷ്യൻ പ്രവർത്തിക്കുക. അവൻ ചിലപ്പോൾ സ്വർഗത്തെ സമീപിക്കും. അവനും സ്വർഗത്തിനുമിടയിൽ ഒരു മുഴം അകലം മാത്രമേ ദൂരമുണ്ടായിരിക്കുകയുള്ളൂ. ആ ഘട്ടത്തിൽ അവൻ്റെ കാര്യത്തിലുള്ള എഴുത്ത് അവൻ്റെ പ്രവർത്തനങ്ങളെ കവച്ചുവെക്കും. പിന്നീട് നരകവാസികളുടെ പ്രവർത്തനങ്ങളാണ് അവൻ ആരംഭിക്കുക. അതേപ്രകാരം വേറൊരാൾ തെറ്റ് പ്രവർത്തിച്ച് നരകത്തെ സമീപിക്കും. അവസാനം അവനും നരകത്തിനും ഇടയിലുള്ള ദൂരം ഒരു മുഴം മാത്രമായി അവശേഷിക്കും. അന്നേരം അവൻ്റെ കാര്യത്തിലുള്ള എഴുത്ത് അവൻ്റെ പ്രവർത്തനങ്ങളെ കവച്ചുവെക്കും. അപ്പോൾ സ്വർഗവാസികളുടെ പ്രവർത്തനങ്ങൾ അവൻ ആരംഭിക്കും. എന്നിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കും. ഇതാണ് ഖുർആൻ വാക്യങ്ങൾ. ഞാനീ വായിച്ച മുഴുവൻ ഖുർആൻ വാക്യങ്ങളുടെയും വിശദീകരണം എന്ന നിലക്ക് വന്നിട്ടുള്ള വിധിവിശ്വാസം സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസ്. എന്താ ഇതിൽ പറയുന്നത്? ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എൻ്റെ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ ഞാൻ രൂപം കൊള്ളുന്ന സമയത്ത് അത് 40 ദിവസം വാപ്പാൻ്റെ ശുക്ലമായിട്ട് അവിടെ കിടക്കും. പിന്നെ ഒരു 40 ദിവസം ചോരക്കട്ടയായിട്ട് കിടക്കും. പിന്നെ ഒരു 40 ദിവസം ഇറച്ചിക്കട്ടയായിട്ട് കിടക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഭ്രൂണശാസ്ത്രമാണ് ഇവിടെ വിവരിക്കുന്നത്. അങ്ങനെ ഈ 4 മാസം കഴിഞ്ഞാൽ 120 ദിവസം കഴിഞ്ഞാൽ ഒരു മലക്ക് വരും. എന്തിനാ മലക്ക് വരുന്നത് ഉമ്മാൻ്റെ ഗർഭത്തിലേക്ക്? എനിക്ക് റൂഹ് ഊതിക്കേറ്റാൻ. റൂഹ് എന്ന് പറഞ്ഞാൽ ജീവനാണ് എന്നും അതല്ല ആത്മാവാണ് എന്നും അതല്ല രണ്ടും കൂടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എന്തോ ആയിക്കോട്ടെ, എന്തോ ഒന്ന് ഊതിക്കേറ്റാൻ 4-ാം മാസത്തിൽ മലക്ക് വരും. അങ്ങനെ മലക്ക് വന്ന് ഊതിക്കേറ്റിയിട്ട് പിന്നെ മലക്ക് ചെയ്യുന്നൊരു പണി എന്താ വെച്ചാൽ ഒരു കിതാബ് എടുത്തിട്ട് ഞാൻ ജനിക്കുന്നത് മുതൽ ഞാൻ മരിക്കുന്നത് വരെയും മരിച്ച് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകുന്നത് വരെയും ഞാൻ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും വള്ളി കുത്തുകോമ വ്യത്യാസമില്ലാതെ ആ കിതാബിൽ രേഖപ്പെടുത്തി വെക്കും. മുൻകൂട്ടി രേഖപ്പെടുത്തി വെക്കും. ആ രേഖപ്പെടുത്തിയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യാതൊന്നും സംഭവിക്കില്ല. ആ രേഖപ്പെടുത്തിയതിൽ ചിലപ്പോൾ ഞാൻ നരകത്തിൻ്റെ അടുത്തെത്തുമ്പോൾ സ്വർഗത്തേക്ക് പോകാനുള്ള വകുപ്പും സ്വർഗത്തിൻ്റെ അടുത്തെത്തിയ ആൾക്ക് നരകത്തേക്ക് ചാടാനുള്ള വകുപ്പൊക്കെ ഉണ്ട് എന്നാണ് ഹദീസിൽ പറയുന്നത്. എന്തായാലും ആ രേഖപ്പെടുത്തിയ കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാനൊന്നും ചെയ്യില്ല എന്നാണ്. എനിക്ക് ഫ്രീ വില്ലുണ്ടോ? ഫ്രീ വില്ലുണ്ട് എന്ന് ഈ ഹദീസ് വെച്ചിട്ടോ ഖുർആനിലിപ്പോൾ നമ്മൾ വായിച്ച ആയത്തുകൾ വെച്ചിട്ടോ പറയാൻ പറ്റില്ല. എൻ്റെ ഫ്രീ വില്ല് എന്ന് പറയുന്നത് ഫ്രീ അല്ല, അത് വരിഞ്ഞ് മുറുക്കി അള്ളാഹിൻ്റെ വിധി കൊണ്ട് കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. എനിക്ക് അനങ്ങാൻ പറ്റില്ല. പിന്നെ എന്ത് ഫ്രീ വില്ലാണ് എനിക്കുള്ളത്? അള്ളാഹുവിൻ്റെ വില്ലനുസരിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞത്. വമാ തശാഊന ഇല്ലാ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. ഇപ്പം ഞാനിപ്പോൾ ഈ ഖുർആൻ ക്ലാസ്സും യുക്തിവാദവും ഒക്കെ മതിയാക്കിയിട്ട് സ്വർഗത്ത് പോകാനുള്ള പണി തുടങ്ങണമെങ്കിൽ എന്തു വേണം? അള്ളാഹു ആദ്യം ഉദ്ദേശിക്കണം. അള്ളാഹു ഉദ്ദേശിച്ചിട്ട് എൻ്റെ ഉമ്മാൻ്റെ പള്ളിയിലേക്ക് മലക്ക് പറഞ്ഞയച്ചിട്ട് മലക്ക് കിതാബിൽ എഴുതി വെക്കണം, ഞാൻ ഇത്രാം വയസ്സിൽ മരിക്കണേൻ്റെ തൊട്ട് മുമ്പ് ഹിദായത്ത് കിട്ടും. എന്നിട്ട് ഞാൻ സ്വർഗത്തിൽ പോകുന്നത് എഴുതി വെച്ചാൽ മാത്രമേ എനിക്ക് ഹിദായത്ത് കിട്ടുള്ളൂ. എനിക്ക് ഹിദായത്ത് കിട്ടുന്നത് എവിടുന്നാണ്? അള്ളാൻ്റെ അടുത്താണ് കിട്ടുന്നത്. അള്ള തീരുമാനിക്കണം. അള്ള എന്താ പറഞ്ഞത്? നബീനോട് എന്താ പറഞ്ഞത്? നീ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല, ഞാൻ ഹിദായത്ത് കൊടുത്തവർക്ക് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ, ഞാൻ പിഴപ്പിച്ച് വിട്ടവരെ എന്ത് തലകുത്തി പറഞ്ഞിട്ടും കാര്യമില്ല എന്നാണ് അള്ള എന്നെ നബിയോട് പറയുന്നത്. അന്ത്യപ്രവാചകനോട് പറയുന്നത് അതാണ്. പിന്നെ ഇപ്പം നമ്മുടെ കാര്യം എന്താണ്? അപ്പോൾ അള്ളയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ അള്ളാഹുവിന് ഇതൊക്കെ അറിയാം എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ എന്നൊക്കെ വാദിക്കാൻ ശ്രമിച്ച ആൾക്കാരുണ്ട്. പക്ഷേ മൗദൂദിയൊന്നും അത് സമ്മതിക്കുന്നില്ല. അള്ളാഹുവിന് അറിയ മാത്രമല്ല, അള്ളാഹു എല്ലാം നിശ്ചയിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അത് തന്നെയാണ് വിധിവിശ്വാസം. ഇനി അറിയാം എന്ന് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വന്നാൽ പോലും അള്ളാഹു നിരപരാധിയാവുന്നില്ല, നമ്മൾ അപരാധികളുമാവുന്നില്ല. കാരണം അള്ളാഹുവിന് നേരത്തെ അറിയാം എങ്കിൽ പിന്നെ അള്ളാഹു എന്തിനാണ് ഈ പരീക്ഷണം നടത്തുന്നു എന്ന് പറയുന്നത്? അത് കബളിപ്പിക്കലല്ലേ. അപ്പം നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു കുറേ ചതി ഒരുക്കി വെച്ചിട്ട് നമ്മളോട്
അതിനനുസരിച്ച് ജീവിക്കാൻ പറഞ്ഞു കേട്ട് വിട്ടു എന്നൊക്കെയാണ് വാദം. അതും ഈ ഖുറാനിൽ തന്നെ പറയുന്നുണ്ട്. അത് ഇദ്ദേഹം എഴുതിയ കമൻറ്റ് പറയുന്നത് ശരിയാണ്, അതൊക്കെ ഈ ഖുറാനിൽ തന്നെ ഉണ്ട്. അതേ ഖുറാനിൽ തന്നെയാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ പറയുന്നത്. അപ്പോൾ ഈ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഒരു കിതാബിൽ തന്നെ എഴുതി വെച്ചാൽ പിന്നെ നമ്മൾ വക്രീകരിച്ചിട്ട് വേണം? നമുക്കിത് രണ്ടും കൂടെ എടുത്ത് കാണിച്ചാൽ പോരെ? ആർക്കാണ് ഇപ്പോൾ ഇത് വക്രീകരിക്കേണ്ട ആവശ്യമുള്ളത്, ഇതിനെ പരിഹസിക്കേണ്ട ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ഇതിനെ മോശമാക്കി കാണിക്കേണ്ട ആവശ്യമുള്ളത്? ഇതിങ്ങനെ ഓതി കേൾപ്പിച്ചാൽ മതിയല്ലോ. ഇത് ഓതി കേട്ട് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാവുക? ഒരു ഭാഗത്ത് പറയുന്നു പരീക്ഷണമാണ്, ഫ്രീ വില്ലുണ്ട്, വേറൊരു ഭാഗത്ത് പറയുന്നു അള്ളാഹു ഇച്ഛിക്കുന്നതനുസരിച്ച് അള്ളാഹു നേരത്തെ ഒരില വീഴുന്നത് പോലും മുൻകൂട്ടി തീരുമാനിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അതനുസരിച്ചേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അള്ളാഹു എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ഒരു ഭാഗത്ത് പറയുന്നു നരകം നിറയ്ക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത്, വേറൊരു ഭാഗത്ത് പറയുന്നു ഇത് ആരാധിക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത്. ആരാധിക്കാൻ കുറച്ച് ആൾക്കാരെ ഉള്ളൂ, ബാക്കി കൂടുതൽ ആൾക്കാരെ ഞാൻ നരകത്തിലേക്ക് ഇടാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നും പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു വരുന്നത് തന്നെ. അപ്പോൾ എന്താണ് അള്ളാഹുവിൻ്റെ ലക്ഷ്യം? എന്താണ് അള്ളാഹുവിൻ്റെ ഉദ്ദേശം? ഈ ഉദ്ദേശത്തിൻ്റെ മുമ്പിൽ നമുക്ക് എന്താണ് റോളുള്ളത്? ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ സാമാന്യമായിട്ടുള്ള യുക്തിക്ക് ഒരു തരത്തിലും വിഴുങ്ങാൻ പറ്റാത്ത ആഭാസജടിലമായ വൈരുദ്ധ്യങ്ങൾ മാത്രമാണ് എന്നാണ് ഈ വിധിവിശ്വാസത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി ഞാൻ ഒരു ഹദീസും കൂടെ വായിക്കാം. ഇനിയിപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിൽ ആർക്കെങ്കിലും വല്ല സംശയം ഉണ്ടെങ്കിൽ ആ സംശയം കൂടെ തീർക്കാൻ വേണ്ടിയിട്ട് ബുഖാരിയിൽ തന്നെയുള്ള ഒരു ഹദീസും കൂടെ ഞാൻ വായിക്കാം. അബൂ ഹുറൈറ പറയുന്നു, തിരുമേനി അരുളി, അള്ളാഹു പറയുന്നു, ഞാൻ നിശ്ചയിച്ചു വെച്ചതല്ലാതെ അതിനപ്പുറം ഒരു നേട്ടവും നേർച്ച മൂലം മനുഷ്യന് കൈവരികയില്ല. ഞാൻ നിശ്ചയിച്ച വ്യവസ്ഥ തന്നെയാണ് നിർവഹിക്കുന്ന നേർച്ചയിലേക്ക് അവനെ നയിക്കുന്നത്. അവൻ നേർച്ചയാക്കണമെന്നത് ഞാൻ മുമ്പ് നിശ്ചയിച്ചതാണ്. പിശുക്കൻ്റെ ധനം ചെലവ് ചെയ്യിക്കാൻ ഞാൻ എടുക്കുന്ന ഒരു നടപടി മാർഗമാണത്. ഇനിയിപ്പോൾ ഇതിലും കൂടുതൽ എന്താണ് പറയേണ്ടത്? നമ്മൾ എന്ത് ചെയ്യണം എന്ന്, നമ്മൾ എന്ത് ആരാധന നടത്തണം, നമ്മൾ എന്തൊക്കെ സൽക്കർമ്മം ചെയ്യണം, എന്തൊക്കെ ദുഷ്കർമ്മം ചെയ്യണം എന്നൊക്കെ നിശ്ചയിച്ചത് അള്ളാഹു തന്നെയാണ്, നമ്മളല്ല എന്ന് ക്ലിയറായിട്ട് വെട്ടിപ്പൊളിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. ഇനി ഇതിൽ യാതൊരു സംശയത്തിനും ഇടയില്ല. ഇത് തന്നെയാണ് ഖുർആനിലൂടെ നീളവും പറഞ്ഞു പോയിട്ടുള്ളത്. ഇനി ഞാൻ കമൻ്റ് ഒന്നുകൂടെ വായിക്കാം. എല്ലാം അറിയുന്ന അള്ളാഹു ആരൊക്കെയാണ് അവൻ്റെ മാർഗത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും പിന്തുടരുന്നതെന്നും ആരൊക്കെയാണ് സഹായികളായി വർത്തിക്കുന്നതെന്നും അറിയാൻ വേണ്ടി പരീക്ഷിക്കുന്നത് എന്തിന് എന്ന് താങ്കൾ ചോദിക്കുന്നു. ഒന്നുകിൽ അറിവില്ലായ്മ, അല്ലെങ്കിൽ മനഃപൂർവ്വം വക്രീകരിക്കുക, പരിഹസിക്കുക എന്നതാണ് താങ്കൾ ചെയ്യുന്നത്. ആണോ? അങ്ങനെയാണെങ്കിൽ ആരാണിപ്പോൾ പരിഹസിക്കുന്നത്? ആരാണ് വക്രീകരിക്കുന്നത്? ആരാണ് നമ്മളോട് ഈ വിഡ്ഢിത്തങ്ങളെല്ലാം പറഞ്ഞത്? അള്ളാഹുവിൻ്റെ കിതാബ് എന്ന് പറയുന്ന ഖുർആനാണ് നമ്മളോട് പറഞ്ഞത്. അതിന് വിശദീകരണമായിട്ട് പ്രവാചകൻ എഴുതി വെച്ചിട്ടുള്ള ഹദീസുകളാണ് നമ്മളോട് പറഞ്ഞത്. അള്ളാഹുവാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്ന്. ആ അള്ളാഹു തന്നെയാണ് പരീക്ഷണം നടത്തുന്നു എന്ന വാദവും ഇവിടെ ഉന്നയിക്കുന്നത്. എല്ലാം മുൻകൂട്ടി അറിയുന്ന ഒരാൾ, മുൻകൂട്ടി തീരുമാനിക്കേണ്ട, അറിയുന്ന ഒരാൾ ഫ്രീ വില്ല് കൊടുത്തിട്ട് ആ ഫ്രീ വില്ലിനനുസരിച്ച് ഓരോരുത്തരും എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി അറിയാൻ കഴിയുന്ന ഒരാൾ പരീക്ഷണം നടത്തേണ്ട ആവശ്യം എന്താ? ആ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ലല്ലോ. എല്ലാം അറിയാമെങ്കിൽ, ഇയാൾ സർവശക്തനാണ്, കാരുണ്യവാനാണ്, എല്ലാമാണ് എങ്കിൽ അയാളുടെ അറിവനുസരിച്ച് അയാൾക്ക് അയാളുടെ ലക്ഷ്യം പൂർത്തീകരിച്ചൂടെ? എല്ലാ മനുഷ്യരെയും തന്നെ ആരാധിക്കുന്നവരാക്കി മാറ്റുക എന്നതാണ് അയാളുടെ ലക്ഷ്യമെങ്കിൽ ഈ പരീക്ഷണത്തിൽ ആരൊക്കെയാണ് എന്നെ ആരാധിക്കാതിരിക്കുന്നത് എന്നും ആരൊക്കെയാണ് വേറെ ദൈവങ്ങളെ ആരാധിക്കാൻ പോകുന്നത് എന്നും ആരൊക്കെയാണ് തിന്മ ചെയ്യാൻ പോകുന്നത് എന്നും ഒക്കെ മുൻകൂട്ടി അറിയാമെങ്കിൽ ആ അറിവിനെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് തിരുത്തിക്കൂടെയോ? എല്ലാവരെയും നേർമാർഗത്തിലേക്ക് മാറ്റിക്കൂടെ? അപ്പോൾ മാറ്റാതെ ഇത് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ഇവൻ ഇങ്ങനെ ആവുമെന്ന് എഴുതി വെച്ചിട്ട് അവന് നരകത്തിലിടാൻ വേണ്ടിയിട്ട് നരകം ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുന്ന ഒരാൾ ഈ മൊത്തം കഥയിലെ എല്ലാ തിന്മകളുടെയും 100% ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. കാരണം അവിടെ മറ്റുള്ളവർ വെറും ഇരകളാണ്. ഇയാളുടെ പരീക്ഷണത്തിൻ്റെ ഇരകൾ മാത്രമാണ് മനുഷ്യർ. ഈ അയാളുടെ പരീക്ഷണത്തിൻ്റെ ഇരകളായിട്ട് ആ പരീക്ഷണ ഇരകൾ എന്തിനാണ് ശിക്ഷിക്കപ്പെടുന്നത്? ഇപ്പോൾ നമ്മളൊരു എലിയോ തവളയോ എടുത്തിട്ട് നമ്മളൊരു പരീക്ഷണം നടത്തുന്നു. ആ ഇന്ന മരുന്ന് കുത്തിവെച്ചാൽ തവള ചാവൂലേ എന്നറിയാൻ വേണ്ടിയിട്ട് പരീക്ഷണം നടത്തുന്നു. അത് ചാവുന്നു. നമ്മൾ നീതിമാനാണെങ്കിൽ അത് ചാവുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ട് നമ്മൾ ആ പരീക്ഷണം നടത്താൻ പോവോ?
മുൻകൂട്ടി അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പരീക്ഷണം നടത്തിയിട്ട് ചാവൂലേ എന്നറിയാനുള്ള മരുന്ന് കുത്തിവെച്ചിട്ട് പരീക്ഷണം നടത്തുന്നത്. ഇവിടെ ആ പരീക്ഷണം, ആ ജന്തുക്കളെ പരസ്പരം തല്ലുകൂടിക്കുകയാണ് നമ്മുടെ പരീക്ഷണത്തിൻ്റെ ഒരു രീതിയെങ്കിൽ ആ തല്ലുകൂടുന്ന ജന്തുക്കൾ കുറ്റവാളികളാണെന്ന് പറഞ്ഞിട്ട് അതിൽ ഒരാളെ പിടിച്ചുകൊണ്ടിട്ട് അടുപ്പിലിട്ട് ശിക്ഷിക്കുകയും മറ്റേ പിടിച്ചുകൊണ്ടിട്ട് സ്വർഗത്തിലിട്ട് നന്നാക്കുകയും ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്താണ് അതിനൊരു അർത്ഥമുള്ളത്? ആ ഇരകൾ എന്ത് കുറ്റം ചെയ്തതിനാണ് അവർ ശിക്ഷിക്കപ്പെടുന്നത്? ആ ഇരകൾ എന്ത് നന്മ ചെയ്തതിനാണ് അവർക്ക് പ്രതിഫലം കൊടുക്കുന്നത്? അവിടെ നന്മയും തിന്മയും ഒന്നുമില്ലല്ലോ. ഇയാളുടെ പരീക്ഷണ മൃഗങ്ങൾ എന്ന നിലക്ക് പരീക്ഷണത്തിന് വിധേയമായി ആ പരീക്ഷണത്തിൽ ഇവരെന്താണോ ചെയ്യാൻ പോകുന്നത് എന്ന് പരീക്ഷണം നടത്തുന്ന ആൾക്ക് നേരത്തെ അറിയാം. എന്ന് മാത്രമല്ല, നേരത്തെ അയാളെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടും ഉണ്ട് എങ്കിൽ അതിന് പരീക്ഷണമെന്ന് പറയാൻ പറ്റില്ല. പ്രഹസനമെന്നോ അല്ലെങ്കിൽ കബളിപ്പിക്കലെന്നോ ചതിയെന്നോ കൊടും ക്രൂരമായിട്ടുള്ള വിനോദം എന്ന് മാത്രമേ അതിന് പറയാൻ പറ്റുള്ളൂ. നമ്മളുടെ ഒരു സാമാന്യ യുക്തി വെച്ചിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇതിനപ്പോൾ വിശ്വാസികൾ പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ യുക്തിക്ക് പരിമിതിയുണ്ട്, അതുകൊണ്ട് അള്ളാഹിൻ്റെ നീതിയും അള്ളാഹിൻ്റെ സർവ്വജ്ഞാനവും അള്ളാഹിൻ്റെ പറ്റിയതൊന്നും നമുക്ക് മനസ്സിലാവില്ല എന്ന്. അതുതന്നെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നവും. നമുക്ക് മനസ്സിലാവാൻ കഴിയാത്ത, നമ്മുടെ യുക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത, നമ്മുടെ ചങ്കിൽ കൂടെ ഇറക്കാൻ പറ്റാത്ത ഒരു വലിയ ഹിമാലയ പർവ്വതം നമ്മളോട് വിഴുങ്ങണം എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ ക്രൂരതയാണ്. മനുഷ്യന് പരിമിതമായ യുക്തി കൊടുത്തിട്ട് ആ യുക്തിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ പറ്റാത്ത കാര്യങ്ങൾ ആ മനുഷ്യൻ ചങ്ക് തൊടാതെ വിഴുങ്ങിക്കൊള്ളണം എന്ന് നിർബന്ധിക്കുന്നത് ഒരു ക്രൂര വിനോദമാണ്. നീതിമാനായ ഒരു ദൈവം അങ്ങനെ ഒരു ക്രൂര വിനോദം തൻ്റെ സൃഷ്ടികളെ വെച്ചുകൊണ്ട് നടത്തുമെങ്കിൽ ആ ദൈവത്തിന് കാര്യമായ കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കാനേ നമ്മുടെ ഈ പരിമിതമായ യുക്തി കൊണ്ട് സാധിക്കുള്ളൂ. അതല്ലാതെ ഈ നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നില്ല, നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ പേരിൽ നമ്മളെ ശിക്ഷിക്കാൻ കാത്തിരിക്കുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ അയാൾ ഹിറ്റ്ലറെക്കാളും വലിയ കൊടിയ ക്രൂരനാണ്. അയാളൊരു മാനസിക രോഗിയാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങളുടെ ചങ്കിൽ കൂടെ കൊള്ളാത്ത വലിയൊരു പാറ നിങ്ങളോട് വിഴുങ്ങാൻ ഒരാൾ ആവശ്യപ്പെടുക, നിങ്ങളത് വിഴുങ്ങാൻ കഴിയാതെ നിസ്സഹായനായിട്ട് നിൽക്കുമ്പോൾ നിങ്ങളെ കുറ്റവാളി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വെടിവെച്ച് കൊല്ലുകയോ അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ചുകൊണ്ടിട്ട് കത്തിയെടുത്ത് കുത്തുകയോ ചെയ്താൽ അയാൾ നീതിമാൻ എന്ന് വിളിക്കാൻ പറ്റുമോ? നമുക്ക് വിഴുങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ വിഴുങ്ങാത്തത്. നമ്മൾ വേണേൽ വിഴുങ്ങാൻ ശ്രമിച്ച് നോക്കാം. പക്ഷേ നമുക്കറിയാതെ വിഴുങ്ങാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല. നമ്മുടെ ചങ്കിൽ കൂടെ കൊള്ളാത്തൊരു വലിയൊരു പാറയാണ് നമ്മളോട് വിഴുങ്ങാൻ പറയുന്നത്. അതേപോലെയല്ലേ നമ്മുടെ സാമാന്യ യുക്തിക്ക്, നമുക്ക് പരിമിതിയുള്ള യുക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ നമ്മളോട് നിർബന്ധിച്ച് പറഞ്ഞിട്ട് അത് കണ്ണും പൂട്ടി നമ്മൾ വിശ്വസിക്കുന്നില്ല എന്ന കാരണം പറഞ്ഞ് നമ്മളെ പിടിച്ചുകൊണ്ടിട്ട് നരകത്തിലിട്ട്, അത് 1-2 ദിവസമല്ല, നിത്യ നരകത്തിലിട്ട് ശിക്ഷിക്കും. കാരണം കാരുണ്യം കൊണ്ട് ഇരിക്കപ്പുറത്തില്ലാഞ്ഞിട്ടാണ് മൂപ്പര് ഈ പണി തുടങ്ങിയത് എന്ന്. ഇതിലും വലിയ കോമഡി എന്താ ഉള്ളത്? ഇതിലും വലിയ ആഭാസം, വഷളത്തരം എന്താ ഉള്ളത് എന്ന് ചോദിച്ചാൽ അത് വക്രീകരിക്കലാണോ സുഹൃത്തെ? ആരാണ് വക്രീകരിക്കുന്നത്? ഈ കഥകൾ മെനഞ്ഞുണ്ടാക്കിയ മനുഷ്യൻ്റെ വിവരക്കേടും യുക്തിരാഹിത്യവും ആ മനുഷ്യൻ്റെ അന്നത്തെ സാഹചര്യം അനുസരിച്ചുള്ള വൈകാരികമായിട്ടുള്ള അബ്നോർമാലിറ്റിയുമാണ് ഈ കഥ ഇങ്ങനെ ഒരു വഷളൻ കഥയായി മാറാൻ കാരണം. അതിൻ്റെ സന്ദർഭമാണ് ഞാൻ ചരിത്രപരമായിട്ട് പരിശോധിച്ച് എൻ്റെ ഖുർആൻ ക്ലാസ്സിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ സന്ദർഭം? മുഹമ്മദ് കുറേ കാര്യങ്ങൾ സ്വപ്നം കണ്ടു. ആ സ്വപ്നങ്ങൾക്കനുസരിച്ച് മുഹമ്മദ് തൻ്റെ ഗോത്രത്തിൻ്റെ മുമ്പിൽ പോയിട്ട് ഈ കഥകൾ അവതരിപ്പിച്ചു. പക്ഷേ അവർക്ക് മുഹമ്മദ് പറയുന്ന കഥകൾ ഇതുപോലെയുള്ള വൈരുദ്ധ്യങ്ങളും വിഡ്ഢിത്തങ്ങളും ആയതുകൊണ്ട് തന്നെ അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിഞ്ഞില്ല. അവർ പരിഹസിച്ചു, അവർ മുഹമ്മദിനെ തള്ളിക്കളഞ്ഞു, അവർ മുഹമ്മദിനെ ഒരു മാനസിക രോഗിയെപ്പോലെ പരിഗണിച്ചു. അക്രമമൊന്നും ചെയ്തിട്ടില്ല, മറിച്ച് പറയുന്ന ഇതുപോലുള്ള പൊട്ടത്തരങ്ങളെയും കഥകളെയും നിരസിച്ചുകൊണ്ട് പരിഹസിച്ച് അവർ മാറ്റി നിർത്തി. അപ്പോൾ മുഹമ്മദിന് അതിവൈകാരികമായിട്ടുള്ള പക അവരോടുണ്ടായി. ആ പക വന്ന സമയത്ത് മുഹമ്മദിന് മാനസികമായിട്ടുള്ള എല്ലാ സമനിലയും തെറ്റി. അപ്പോൾ പിച്ചും പേയും പറയുന്നത് പോലെ മുഹമ്മദ് അവരെ കൊഞ്ഞനം കുത്താൻ വേണ്ടി അവതരിപ്പിച്ചതാണ് ഈ തലയിലെഴുത്ത് പോലുള്ള വിവരക്കേടുകളും വിഡ്ഢിത്തങ്ങളും. അങ്ങനെയാണ് ഖുർആനിൽ ഇത്രയേറെ വൈരുദ്ധ്യങ്ങൾ കടന്നുകൂടിയത്. അങ്ങനെയാണ് ഈ വിധിവിശ്വാസം പോലെയുള്ള മനുഷ്യൻ്റെ യുക്തിക്ക് നിരക്കാത്ത വഷളത്തരങ്ങൾ ഈ മതത്തിൻ്റെ കഥാപുസ്തകത്തിൽ സ്ഥാനം പിടിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുന്നതിന്
എനിക്ക് പ്രത്യേകിച്ച് നിങ്ങൾ ഈ പറയുന്നത് പോലെ ഇതിനി ഒരുപാടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഇത്രയൊക്കെ ഈ ഖുർആൻ വായിച്ചു നോക്കിയാൽ ഇതിനകത്ത് വളരെ പ്രത്യക്ഷമായിട്ട് നമ്മൾ കാണുന്ന ഈ വൈരുദ്ധ്യങ്ങൾ തന്നെ മതി ഇത് പൊട്ടത്തനമാണ് എന്നും ഇതൊരു മനുഷ്യൻ്റെ തലയിൽ നിന്ന് രൂപപ്പെട്ടതാണെന്നും ആ മനുഷ്യൻ്റെ കാര്യമായ കുഴപ്പമുള്ളത് കൊണ്ടാണ് ഇത്തരം വിഡ്ഢിത്തങ്ങളും വൈരുദ്ധ്യങ്ങളും അതിൽ വന്നു പെട്ടത് എന്നും മനസ്സിലാക്കാൻ നമുക്കുള്ള ഈ പരിമിതമായ കോമൺ സെൻസ് എന്ന് പറയുന്ന യുക്തി മാത്രം മതി. ആ യുക്തി അനുസരിച്ച് ചിന്തിച്ചാൽ തന്നെ ഇതെല്ലാം വഷളത്തരാണെന്ന് അറിയാൻ കഴിയും. ഇപ്പം ഞാൻ വായിച്ച് കേൾപ്പിച്ച ആ ഹദീസിലെ ഭ്രൂണശാസ്ത്രമൊക്കെ തന്നെ ആധുനിക മനുഷ്യൻ്റെ മുമ്പിൽ പറഞ്ഞാൽ കൊച്ചു കുട്ടികൾ പോലും ചിരിച്ച് തള്ളൂലേ. 40 ദിവസം ശുക്ലം അവിടെ കിടക്കും, 40 ദിവസം പിന്നെ ചോരക്കെട്ടായിട്ട് കിടക്കും, പിന്നെ 40 ദിവസം അവിടെ ഇറച്ചിക്കെട്ടായിട്ട് കിടക്കും, പിന്നെ ഒരു മലക്ക് വന്നിട്ട് ഊതിക്കയറ്റിയിട്ടാണ് ജീവൻ ഉണ്ടാകുന്നത്. ഇതൊക്കെ നമ്മുടെ ജീവശാസ്ത്രത്തിൻ്റെ ബാലപാഠം പഠിച്ച ഒരാളോട് പറഞ്ഞാൽ ഈ പറയുന്ന ആൾ അവിടുന്ന് തല്ലി ഓടിക്കൂലേ, വട്ടെന്ന് പറഞ്ഞ് ഓടിക്കൂലേ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു പ്രവാചകനും അയാളുടെ ദൈവവും അയാൾ പറഞ്ഞയച്ച മെസ്സേജും മലക്കുകളും ഒക്കെ കൂടെ ഉരുട്ടിക്കൂട്ടി ഉണ്ടാക്കിയ കിതാബിൽ എഴുതി വച്ചിരിക്കുന്നത് ഈ മാതിരിയുള്ള വഷളത്തരങ്ങളാണ്. ആ വഷളത്തരത്തിൻ്റെ കൂടെയാണ് ഇതുപോലെയുള്ള വൈരുദ്ധ്യങ്ങൾ കൂടി ഇതിനകത്ത് വിളമ്പി വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ വിമർശിക്കുന്നത്. ഇത് വിവരമുള്ള ആധുനിക ലോകത്ത് ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇനി ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി ഇത് വിശ്വസിക്കുന്നത് കൊണ്ട് മനുഷ്യർക്ക് എന്തെങ്കിലും ഇതിനകത്തുനിന്ന് വല്ല പ്രയോജനമുണ്ടോ? എന്തെങ്കിലും മനുഷ്യർക്ക് പ്രയോജനമുള്ള ഒരു അറിവ് ഈ ഒരു പുസ്തകത്തിനകത്തുണ്ടോ? 24 മണിക്കൂർ ഇങ്ങനെ ചീത്തയും പറഞ്ഞ് പയ്യരം പറഞ്ഞ് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു ദൈവം സ്വന്തം സൃഷ്ടികളുടെ പിന്നാലെ നടക്കുന്ന ദയനീയമായ കാഴ്ചയല്ലേ നമ്മൾ ഖുർആനിലെ ഈ 13 കൊല്ലം ഇറങ്ങിയ മക്കാ സൂറത്തുകളിൽ മുഴുവൻ കാണുന്നത്? അതല്ലേ ഖുർആൻ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, താങ്കൾ ആദ്യം പോയിട്ട് ഈ വിശ്വസിക്കുന്ന സാധനം മനുഷ്യൻ്റെ യുക്തിക്ക് നിരക്കുന്ന സാധനമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി ഈ ഖുർആൻ എടുത്തൊന്ന് വായിക്കുക. മൗദൂദിയുടെ തഫീം എടുത്ത് വായിച്ചാൽ തന്നെ മനസ്സിലാവും. കാരണം മൗദൂദിയൊക്കെ കിടന്ന് ഉരുളുന്നത് കണ്ടാൽ തന്നെ ഒരു കോമൺ സെൻസ് ഉള്ള ആൾക്ക് കാര്യം മനസ്സിലാവും. മൗദൂദിയുടെ വിധിവിശ്വാസം എന്ന് പറഞ്ഞ പുസ്തകമൊക്കെ വായിച്ചാൽ തന്നെ ഇവർ ഉരുളുന്നതിൻ്റെ ആ ദയനീയ അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് പ്രാഥമികമായിട്ട് എനിക്ക് പറയാനുള്ള മറുപടി. ഇനി ഈ കമൻറ്റിൻ്റെ താഴെ തന്നെ മറ്റൊരു സുഹൃത്ത് ഒരു കമൻറ്റ് രൂപത്തിൽ ഇതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഫ്രീ വില്ലും പരീക്ഷണവും ഇതൊക്കെ പറഞ്ഞു വന്നപ്പോൾ ആദം നബിയും മൂസാ നബിയും തമ്മിൽ നടന്ന ഒരു സംഭാഷണം, ഒരു ഹദീസ് ഒരു സുഹൃത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് മറുപടിയായിട്ട്. അത് ഇദ്ദേഹം വായിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കമൻറ്റിനുള്ള റിപ്ലൈ ആയിട്ടാണ് ആ കമൻറ്റ് ഒരാളിട്ടിട്ടുള്ളത്. ആദം നബിയും മൂസയും തമ്മിലുള്ള ഈ സംഭാഷണത്തിൽ ആദം നബി സ്വർഗത്തിൽ വഴി പഴച്ചു പോകാനുള്ള കാരണം എന്താണ് എന്ന് ആദം നബി പറയുന്നത് ഞാനല്ല കാരണക്കാരൻ, അള്ളാഹു ആണ് എന്ന് പറയുന്നുണ്ട്. എന്നുവെച്ചാൽ അള്ളാഹു ഇബ്ലീസിനെ പറഞ്ഞയച്ച് ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം പിന്നെ ഇബ്ലീസിനെ അവിടെ തന്നെ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ആദമിനും അവയും ഇബ്ലീസ് സ്വർഗത്തിൽ വെച്ചിട്ട് വഴി പഴപ്പിക്കുന്നത്. അപ്പോൾ ഈ ഇബ്ലീസ് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച് കയറൂരി പഴപ്പിക്കാൻ വേണ്ടി വിടുക എന്ന ഈ കപട നാടകം അള്ളാഹു ആണ് കളിച്ചത്, അതുകൊണ്ട് ഞാനല്ല വഴി പഴച്ചത് എന്ന് ആദം തന്നെ പറയുന്നുവെങ്കിൽ, ആദം മനുഷ്യ സമൂഹത്തെ മൊത്തം, മനുഷ്യവർഗത്തെ മൊത്തം പ്രതിനിധീകരിച്ചുകൊണ്ട് ഇത് പറയുന്നുവെങ്കിൽ ആരാണ് തിന്മ ചെയ്തത്? ആരാണ് മനുഷ്യരെ വഴിപഴപ്പിച്ചത്? വഴിപഴപ്പിക്കുന്നത് അള്ളാഹു ആണെന്ന് പറയുന്നു. മനുഷ്യരെ വഴിപഴപ്പിക്കുന്നത് അള്ളാഹു ആണെങ്കിൽ സർവശക്തന് സർവജ്ഞാനീയമായ അള്ളാഹുവിന് എല്ലാ മനുഷ്യരെയും നേർമാർഗത്തിലാക്കാൻ കഴിയുമായിരുന്നിട്ടും അത് ചെയ്യാതെ നരകത്തിലിടാൻ തീരുമാനിച്ചതാണെങ്കിൽ ഈ പരമദുഷ്ടനായിട്ടുള്ള ഈ അള്ളാഹുവിനെ ശിക്ഷിക്കാൻ ഒരു ദൈവം, വേറെ ഒരു സൂപ്പർ ദൈവം ഇല്ലെങ്കിൽ എന്ത് ആത്യന്തിക നീതിയാണ് ഈ കഥയിലൊക്കെ ഉണ്ടാവാൻ പോകുന്നത്? അതാണ് എൻ്റെ ചോദ്യം. ഇനി ഒരു മനുഷ്യൻ ചെയ്യാൻ പോകുന്ന സകല കാര്യങ്ങളും ദൈവം മുൻകൂട്ടി അറിയുക മാത്രമല്ല മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ചതാണ് എന്നതിന് തന്നെ നിരവധി തെളിവുകൾ ഈ ഖുർആനിലെ കഥയിലും ഹദീസുകൾ വിവരിച്ച കഥകളിലും വേറെയുണ്ട്. ഞാൻ അതിലെ വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നിയ ഒരു കഥയെക്കുറിച്ച് കൂടി ഇതിൻ്റെ ഒരു അനുബന്ധമായിട്ട് പറയാം. നിങ്ങൾ പലരും ഖുർആനിൽ അൽ കഹ്ഫ് എന്ന് പറയുന്ന ഒരു അധ്യായം വായിച്ചിട്ടുണ്ടാവും. അതിൽ 61-ാമത്തെ വാക്യം മുതൽ ഒരു കഥ പറഞ്ഞു പോകുന്നുണ്ട്. മൂസാ നബി ഒരു ഗുരുവിൻ്റെ കൂടെ ജ്ഞാനം തേടി പോകുന്നൊരു കഥയുണ്ട്. അതിനകത്ത് മൂസായ്ക്ക് ജ്ഞാനം നൽകാൻ അള്ളാഹു ഒരു ഗുരുവിനെ പറഞ്ഞയക്കുകയാണ്.
ഖിളിർ എന്നാണ് അയാളുടെ പേര് എന്നാണ് വ്യാഖ്യാനങ്ങളിൽ കാണുന്നത്. ഈ ഖിളിർ ഒരു നബിയാണ് എന്നാണ് വ്യാഖ്യാതാക്കളിൽ ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം. എന്നാൽ വേറെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ജിന്നാണെന്ന് പറയുന്നവരുണ്ട്, മലക്കാണെന്ന് പറയുന്നവരുണ്ട്, ചിരഞ്ജീവിയാണെന്ന് പറയുന്നവരുണ്ട്, നബിയാണെന്ന് പറയുന്നവരുണ്ട്, വെറും ഒരു ജ്ഞാനി മാത്രമാണെന്ന് പറയുന്നവരുണ്ട്. ഇങ്ങനെ പല അഭിപ്രായങ്ങളും പറയുന്ന ആൾക്കാരുണ്ട് മുഫസ്സിറുകളുടെ കൂട്ടത്തിൽ. ഏതായാലും ഭൂരിപക്ഷം ആൾക്കാരും പറയുന്നത് ഖിളിർ ഒരു നബിയാണ്. അതുകൊണ്ട് ഖിളിർ നബി എന്ന് പറഞ്ഞ നബി തന്നെ പ്രവാചകന്മാരുടെ കൂട്ടത്തിലുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഖിളിർ എന്ന് പറയുന്ന ആൾ മൂസയെ വിളിച്ചുകൊണ്ട് പോവുക. മൂസ ഇയാളെയും കൂട്ടിയൊരു യാത്ര പോവുകയാണ്. ഇയാൾക്ക് വിജ്ഞാനം, അദൃശ്യമായിട്ടുള്ള വിജ്ഞാനം നേടിയിട്ടുള്ള ആളാണ് ഖിളിർ. അതുകൊണ്ട് എങ്ങനെയാണ് ഈ അദൃശ്യജ്ഞാനത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക എന്ന് മൂസയെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഈ ഖിളിറിൻ്റെ കൂടെ അയക്കാം. അങ്ങനെ ഖിളിർ മൂസയായിട്ടൊരു കരാറുണ്ടാക്കുന്നു. കരാറനുസരിച്ച് ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും അതിനൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല, ക്ഷമയോടുകൂടി അതെല്ലാം കണ്ടും കേട്ടും എൻ്റെ കൂടെ അങ്ങനെ പോന്നാൽ മതി എന്ന് മൂസയോട് പറയുന്നു. മൂസ ഓക്കെ പറഞ്ഞ് സമ്മതിക്കുന്നു. അങ്ങനെ പോകുമ്പോൾ ഇവർ ഒരു കപ്പലിൽ കയറിയിട്ട് കടലിൽ കൂടെ കുറച്ച് യാത്ര ചെയ്യുന്നുണ്ട്. കപ്പലിൽ കയറിയ ഉടനെ ഈ ഖിളിർ എന്ന് പറയുന്ന ആൾ ഒരു മഴ എടുത്തിട്ട് കപ്പൽ വെട്ടിപ്പൊളിച്ച് കേടുവരുത്തി. കപ്പലിൻ്റെ മേൽഭാഗം പൊളിച്ച് കേടുവരുത്തി. കപ്പലിൻ്റെ അടിയിൽ ഓട്ട കുത്തി കപ്പലൊന്ന് ചെരിഞ്ഞാൽ വെള്ളം കയറി മുങ്ങി അതിലുള്ള ആൾക്കാരൊക്കെ മരിച്ചു പോകും. ആ രീതിയിലുള്ള കേടുപാടുകൾ ഈ കപ്പലിന് വരുത്തി. ഇത് കണ്ടപ്പോൾ മൂസ കരാറെല്ലാം മറന്നിട്ട് മൂസ അതിനെ ചോദ്യം ചെയ്തു, നിങ്ങളെന്ത് മണ്ടത്തരായി ചെയ്യുന്നത്, ഈ കപ്പൽ കേടുവരുത്തിയാലും മുങ്ങൂല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മൂസ അതിൽ ഇടപെട്ടു. അപ്പോൾ ഇയാൾ പറഞ്ഞു, മിണ്ടരുത്, കരാറുണ്ട്, ഞാൻ എന്ത് ചെയ്താലും മിണ്ടൂല എന്ന് പറഞ്ഞിട്ടാണ് പോന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അപ്പോൾ കരാർ ഓർമ്മ വെച്ചിട്ട് ശരി സോറി പറഞ്ഞിട്ട് മൂസ മിണ്ടാതിരിക്കുന്നു. അതങ്ങനെ കഴിഞ്ഞു. പിന്നെ കപ്പലിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ അവരിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ചെറിയ കുട്ടി അവിടെ ഒരു പാറേൻ്റെ അടുത്ത് ഇരുന്ന് കളിക്കുന്നുണ്ട്. നേരെ ചെന്നിട്ട് ആ കുട്ടിയെ കാല് പിടിച്ചിട്ട് പാറമ്മ അടിച്ചിട്ടാണ് കൊന്നു. ഈ ഖിളിർ. അതിന് മൂസ ഞെട്ടി ഉറച്ചിട്ട് എന്ത് പണിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് മൂസ പെട്ടെന്ന് അപ്സെറ്റായി എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ വീണ്ടും ഇയാൾ മിണ്ടരുത്, കരാറ് എന്ന് പറഞ്ഞിട്ട് പേടിപ്പിച്ചു. അപ്പോൾ മൂസ സോറി പറഞ്ഞിട്ട് മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവരിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മതിലിങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ആ മതിൽ പൊളിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഇവർ കുറച്ച് ഭക്ഷണം തരുമെന്ന് നാട്ടുകാരോട് ചോദിച്ചു. ഭക്ഷണമൊന്നും തരൂല എന്നാണ് അവർ തീരെ ആതിഥ്യ മര്യാദ ഒന്നും കാണിച്ചില്ല. പക്ഷേ അവരുടെ ആ നാട്ടിൽ ഒരു പൊളിഞ്ഞു കിടക്കുന്ന മതിൽ കണ്ടപ്പോൾ ഈ ഖിളിർ അവിടെ പോയിട്ട് ആ മതിൽ എല്ലാം പൊളിഞ്ഞതെല്ലാം നേരെയാക്കി പടുത്ത് പോയി. അപ്പോൾ ഭക്ഷണം തരാത്ത ആൾക്കാരുടെ ഈ മതിൽ ഒക്കെ നേരാക്കി കൊടുത്ത് എന്നാൽ പിന്നെ അവരുടെ വല്ല കൂലി വാങ്ങിക്കൂടെ എന്ന് മൂസ ചോദിച്ചു. അപ്പോഴും പറഞ്ഞു മിണ്ടരുത്, കരാറ് എന്ന് പറഞ്ഞ്. ഇനി മൂന്നാമത്തെ പ്രാവശ്യവും കരാറ് ലംഘിച്ചതുകൊണ്ട് ഇനി നീ എൻ്റെ കൂടെ വരണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ട് അവർ പിരിയാണ്. പക്ഷെ പിരിയുന്നതിന് മുമ്പ് കരാറനുസരിച്ച് ഈ ചെയ്ത കാര്യങ്ങൾ, ഈ ഖിളിർ ചെയ്ത ഈ 3 കാര്യങ്ങളുടെയും വിശദീകരണം ഖിളിർ തന്നെ മൂസയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ വിശദീകരണത്തിൽ കപ്പൽ ഓട്ട കുത്തിയതിനൊരു വിശദീകരണം പറയുന്നുണ്ട്, പിന്നെ ഈ കുട്ടിയെ കൊന്നതിനൊരു വിശദീകരണം പറയുന്നുണ്ട്, മതിൽ നന്നാക്കിയതിനൊരു വിശദീകരണം പറയുന്നുണ്ട്. അതിൽ മതിലിൻ്റെയും കപ്പലിൻ്റെയും കാര്യം തൽക്കാലം നമ്മൾക്ക് ഇവിടെ പ്രസക്തമല്ലാത്തതുകൊണ്ട് ഞാനത് മാറ്റിവെക്കാം. ഈ കുട്ടിയെ കൊന്നതിൻ്റെ വിശദീകരണമാണ് ഏറ്റവും വലിയ കോമഡി, ഏറ്റവും വലിയ വൃത്തികേട്. കുട്ടിയെ കൊല്ലാനുള്ള കാരണമായിട്ട് പറയുന്ന കാര്യമാണ് ഈ വിധിവിശ്വാസം എന്ന് പറയുന്ന ഈ ആഭാസ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം. അതിലുള്ള വൈരുദ്ധ്യങ്ങളും അതിലുള്ള വിഡ്ഢിത്തങ്ങളും നമുക്ക് ഈ കഥയിലൂടെ തന്നെ വ്യക്തമാകും. ഈ കുട്ടിയെ കൊല്ലാനുള്ള കാരണം ഇയാൾ പറയുന്നത് ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ, ഈ കുട്ടിയുടെ വാപ്പയും ഉമ്മയും നല്ല സത്യവിശ്വാസികളായിട്ടുള്ള നല്ല മനുഷ്യന്മാരാണ്. ഈ കുട്ടി കാരണം അവർ ഭാവിയിൽ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാവും. കാരണം ഈ കുട്ടി അവരുടെ സത്യവിശ്വാസത്തെ അടക്കം ഇല്ലാതാക്കുന്ന തരത്തിൽ ദുഷ്ടപ്രവർത്തികൾ ചെയ്യും എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ആ കുട്ടിയെ ഞാൻ പാറമ്മലടിച്ച് കൊന്നത് എന്നാണ് ഇയാളുടെ വിശദീകരണം. അപ്പോൾ അതിൽ മുഫസ്സിറുകൾ പലതും പറയുന്നുണ്ട്, ഒരുപാട് കോമഡികളുണ്ട്. മുഫസ്സിറുകൾ പറയുന്നത് ആ കുട്ടിയെ സംബന്ധിക്കുന്ന ഈ വിധിയുടെ രേഖയിലുള്ള വിവരങ്ങൾ ഇയാൾ മുൻകൂട്ടി അറിഞ്ഞു. ഇയാളുടെ അദൃശ്യജ്ഞാനം ഇയാളറിയല്ല, ഇയാൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തു എന്നാണ്. അള്ളാഹു ഈ കുട്ടിയുടെ ഭാവി കാര്യങ്ങൾ ഇങ്ങനെ മോശമാണ്, ഈ കുട്ടി ഈ രക്ഷിതാക്കൾക്ക്, ഈ വാപ്പായ്ക്കും ഉമ്മായ്ക്കും വലിയ ദ്രോഹം വരുത്തിയേക്കാൻ പോകുന്ന ഒരു കുട്ടിയാണ് ഇത് എന്ന് അള്ളാഹു മുൻകൂട്ടി ഇയാൾ അറിയിച്ചത് കൊണ്ട് ഇയാൾ ഈ കുട്ടിയെ അടിച്ചു കൊന്നു എന്നാണ്.
അപ്പോൾ ആ കുട്ടിയുടെ ഭാവി ജാതകം മുഴുവൻ അള്ളാഹു അവിടെ മുൻകൂട്ടി മനസ്സിലാക്കി വെച്ച് അത് ഈ കിളിറിനെ അള്ളാഹു അറിയിച്ചത് കൊണ്ടാണ് കിളിർ ഈ മഹാപാതകം ചെയ്തത്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇതിനകത്തുള്ള മണ്ടത്തരം. ആ കുട്ടി ഇയാളുടെ ഈ കിളിറിനാൽ കൊല്ലപ്പെടും എന്ന കാര്യം അപ്പോൾ അള്ളാഹുവിനെ അറിയില്ല. അള്ളാഹു സർവജ്ഞാനിയാണ്. സർവജ്ഞാനിയായ അള്ളാഹു ആണെങ്കിൽ ഈ കുട്ടിയെ കിളിർ കൊല്ലും എന്നുള്ള കാര്യവും അള്ളാഹുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയണം. അങ്ങനെ ഈ കുട്ടിയെ ഇത്ര പ്രായത്തിൽ, ഈ കുരുന്ന പ്രായത്തിൽ ഇയാൾ തല്ലിക്കൊല്ലും എന്ന് മുൻകൂട്ടി അറിയാൻ കഴിയുന്ന അള്ളാഹു പിന്നെ ആ കുട്ടിയുടെ ഭാവിയിലെ ജാതകം എന്തിനാ എഴുതി വെക്കുന്നത്? അങ്ങനെ ഭാവിയിലെ ജാതകം എഴുതി വെച്ചാൽ ആ ജാതകം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണല്ലോ അതിലെ ഏറ്റവും വലിയ കോമഡി. അപ്പം നടക്കാൻ പോവാത്തൊരു കാര്യം എന്തിനാണ് അള്ളാഹു എഴുതി വെച്ചത്? അപ്പം നടക്കാത്തൊരു കാര്യം തെറ്റായ ഒരറിവായി മാറില്ലേ? ഇല്ലാത്തൊരു കാര്യം ഒരറിവായിട്ട് അള്ളാഹു കിതാബിൽ എഴുതി വെച്ചിട്ട് ആ അറിവ് ഇയാൾക്ക് പകർന്നു കൊടുത്തിട്ട് ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ഈ കുട്ടിയെ തല്ലിക്കൊന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അറിവും പൊളിഞ്ഞ്, അള്ളാഹുവിൻ്റെ സർവജ്ഞാനവും പൊളിഞ്ഞ്, അള്ളാഹുവിൻ്റെ വിധിയും പൊളിഞ്ഞ്, ആ വിധി വായിച്ചുകൊണ്ട് ഇയാൾ ചെയ്ത പ്രവർത്തനവും അള്ളാഹുവിൻ്റെ വിധിക്കെതിരായിട്ട് മാറും. ഇങ്ങനെ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അതിനകത്തുണ്ട്. ഇതൊക്കെ പോട്ടെ, അങ്ങനെ ഒരു കുട്ടി ഭാവിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഇപ്പം തന്നെ ആ കുട്ടിയെ തല്ലിക്കൊല്ലുന്നു എന്നുള്ള ഒരു ഉദാഹരണം ഒരു ദൈവത്തിൻ്റെ പുസ്തകത്തിൽ മനുഷ്യർക്ക് മാതൃകാ ദർശനമായിട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് മനുഷ്യർ എത്ര വൃത്തികെട്ട പാഠങ്ങളായിരിക്കും പഠിക്കുക. എത്ര വൃത്തികെട്ട പാഠങ്ങളാണ് ഇതിൽ നിന്ന് മനുഷ്യർ പഠിക്കുക എന്നതിന് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലും ആധുനിക മുസ്ലിം ചരിത്രത്തിലും നമുക്ക് ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ, തെളിവുകൾ കാണിക്കാൻ പറ്റും. ഞാൻ 2 ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞ് ഈ സംസാരം അവസാനിപ്പിക്കുക. ഒന്ന്, മുഹമ്മദ് ചെയ്ത ഇതേപോലുള്ളൊരു ക്രൂരകൃത്യം. ഇതേ സിദ്ധാന്തത്തെ മുൻനിർത്തിക്കൊണ്ട് ഇതേപോലുള്ള ക്രൂരകൃത്യങ്ങൾ മുഹമ്മദ് ചെയ്തിട്ടുണ്ട്. മുഹമ്മദ് ജൂതന്മാരുടെയും മറ്റു ഗോത്രക്കാരുടെയും ഒക്കെ നേരെ അക്രമങ്ങൾ നടത്തിയ സമയത്ത് അവിടെയുള്ള കുഞ്ഞുങ്ങളെയും നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്ത സമയത്ത് അതിനെക്കുറിച്ച് മുഹമ്മദിനോട് അനുയായികൾ അഭിപ്രായം ചോദിച്ചപ്പോൾ ഈ കുട്ടികൾ കൊല്ലപ്പെടുന്നത്, സ്ത്രീകൾ കൊല്ലപ്പെടുന്നത് എങ്ങനെയാണ് ശരിയാവുക എന്ന അഭിപ്രായം മുഹമ്മദിനോട് ചോദിച്ചപ്പോൾ മുഹമ്മദ് അതിന് നൽകുന്ന മറുപടി ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസിലുണ്ട്. ആ കുട്ടികളും അവരിൽപ്പെട്ടവരാണല്ലോ എന്നാണ് മുഹമ്മദ് മറുപടി പറഞ്ഞത്. എന്നാൽ ആ മുഹമ്മദ് ആ ഗോത്രങ്ങളെ കീഴടക്കി കഴിഞ്ഞാൽ അടിമകളായി പിടിച്ചെടുക്കപ്പെടുന്ന സ്ത്രീകളും കുട്ടികളും അടക്കം പിന്നീട് മുഹമ്മദിൻ്റെ കീഴിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് മുഹമ്മദിൻ്റെ മതം സ്വീകരിക്കുന്നതായിട്ടാണ് ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. പക്ഷേ അനുയായികളും മുഹമ്മദും ഇതുപോലെ ക്രൂരമായി കൊന്ന കുട്ടികളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ കുട്ടികൾ അവരിൽപ്പെട്ടവരാണല്ലോ എന്ന ന്യായമാണ് മുഹമ്മദ് അവിടെ പറയുന്നത്. അപ്പോൾ അവിടെ ഈ കിളിർ പഠിപ്പിച്ച ഈ മഹാപാതകത്തിൻ്റെ പാഠമാണ് മുഹമ്മദ് അവിടെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുകയും അത് സഹീഹുൽ ബുഖാരി പോലുള്ള മതത്തിൻ്റെ പ്രമാണങ്ങളിൽ രേഖയാക്കി വെക്കുകയും ചെയ്തത്. ഇനി ആധുനിക കാലത്ത് ഇത് മുസ്ലിം ഭീകരവാദികൾ എങ്ങനെയാണ് ഇത് പ്രയോഗിക്കുന്നത് എന്നതിൻ്റെ തെളിവ് ആണെങ്കിൽ നിങ്ങൾ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ നടന്നിട്ടുള്ള ചില സംഭവങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സ്കൂളിൽ കയറിയിട്ട് അവിടെ പഠിക്കുന്ന പിഞ്ചു കുട്ടികളെ, പ്രായപൂർത്തിയാവാത്ത പിഞ്ചു കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ തോക്കുമായിട്ട് കയറി ചെന്നിട്ട് 10, 100, 200 കുട്ടികളെ തുരുതുരാ വെടിവെച്ച സംഭവം ഈ താലിബാൻ്റെയും ഐസിസിൻ്റെയും ചരിത്രത്തിലല്ല, നമ്മളൊക്കെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പത്രങ്ങളിലും വാർത്തകളിലും കണ്ട് ഞെട്ടിത്തരിച്ചു പോയതാണ്. ലോകം ഞെട്ടിത്തരിച്ചു പോയതാണ്. 200ഓളം കുട്ടികളെയാണ് ഒരിക്കൽ പാകിസ്ഥാനിലെ ഒരു സൈനിക സ്കൂളിൽ കയറിയിട്ട് ഈ താലിബാനികൾ കൊന്നത്. ആ കൊലപാതകം നടത്തിയ താലിബാനിയുടെ ദീനീബോധത്തിലും ഈ ഖിളിർ നബി പറഞ്ഞ കഥയും ഈ മുഹമ്മദ് അന്നത്തെ ജൂതന്മാരുടെ കുട്ടികളെക്കുറിച്ച് പറഞ്ഞ കഥയുമൊക്കെയാണ് അവരുടെ ധാർമ്മിക ബോധമായിട്ട് ഉൾക്കൊണ്ടിട്ടുള്ളത്. ആ കുട്ടികൾ അവരിൽപ്പെട്ടവരാണ്. ആ കുട്ടികൾ സൈനിക സ്കൂളിൽ പഠിച്ച് വളർന്നു കഴിഞ്ഞാൽ അവർ പാകിസ്ഥാനിലെ സൈന്യത്തിൻ്റെയും അല്ലെങ്കിൽ പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ഒക്കെ
വേറൊരു ക്ലാസ്സിൽപ്പെട്ട ആളുകളുടെ ഭാഗമായി മാറുമെന്നും അവരൊന്നും ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഇസ്ലാമിന് വലിയ കാര്യമില്ല എന്നും മനസ്സിലാക്കിയിട്ട് ആ പിഞ്ചു കുട്ടികളെ പോയി വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. കുട്ടികളെ കൊല്ലുന്നത് പാപമല്ല എന്ന പാഠമാണ് ഇതിലൂടെ നൽകുന്നത്. അപ്പോൾ വിധിവിശ്വാസം ഇതുപോലുള്ള കഥകളും എത്രമാത്രം മനുഷ്യത്വരഹിതവും എത്രമാത്രം അധാർമികവും എത്രമാത്രം അപകടകരമാണ് എന്നതിൻ്റെ ജീവനുള്ള തെളിവുകളാണ് നമ്മൾ ഇന്നും ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും വഷളത്തരം നിറഞ്ഞ, ഇത്രയും വൈരുദ്ധ്യം നിറഞ്ഞ, ഇത്രയും യുക്തിരാഹിത്യം നിറഞ്ഞ, ഇത്രയും മനുഷ്യത്വവിരുദ്ധമായിട്ടുള്ള കഥകൾ, ആശയങ്ങളുമാണ് ഒരു ദൈവത്തിൻ്റെ പേരിൽ എഴുതി വെച്ച് കോടിക്കണക്കിന് മനുഷ്യരെ അനേകായിരം തലമുറകളിലൂടെ വഴിപഴപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു അദൃശ്യ ശക്തി ഇതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ അത് ദൈവമായിരിക്കാൻ ഒരു സാധ്യതയുമില്ല, പിശാചായിരിക്കാൻ മാത്രമേ സാധ്യതയുള്ളൂ എന്നാണ് ഈ കഥകളെല്ലാം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഞാൻ പിശാചുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല, ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊക്കെ മനുഷ്യൻ്റെ മാനസിക വിഭ്രാന്തിയുടെ ഉൽപ്പന്നങ്ങൾ മാത്രമാണെന്നും നമ്മളൊക്കെ പൂർവ്വകാലത്തുള്ള ഇതുപോലെയുള്ള മാനസിക രോഗികളുടെ വിഭ്രാന്തികളുടെ ഇരകളായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് എന്നും മാത്രമേ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളൂ.